السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ അവന്റെ കോടാനുകോടി വരുന്ന സൃഷ്ടികളുടെ കൂട്ടത്തിൽ ആദരിക്കപ്പെട്ട ബഹുമാന്യരായ മനുഷ്യരോട് ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. അൽ ഇൻസാൻ എന്ന അല്ലാഹു പേര് വെച്ചിരിക്കുന്ന ബുദ്ധിയുള്ള, വിവേകമുള്ള, കാര്യങ്ങളെ വേർതിരിച്ച് അറിയാൻ സാധിക്കുന്ന ആ കഴിവുള്ള മനുഷ്യരോട്. അതെന്താ നമ്മൾ അങ്ങനെ പറയാനുള്ള കാരണം? കാര്യങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കാനും അറിയാനും അല്ലാഹു തന്നിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ അതാതിന്റെ സ്ഥാനത്ത് ഉപയോഗിക്കാത്തവർക്ക് പരിശുദ്ധ ഖുർആനിന്റെ ചോദ്യങ്ങൾ മനസ്സിലാവൂല. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യങ്ങളുടെ ലക്ഷ്യം അവർക്ക് ബോധ്യപ്പെടൂല. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ തന്നെ പല സ്ഥലങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അഫലാ തഅഖിലൂൻ അഫലാ തദക്കറൂൻ അഫലാ തദബ്ബറൂൻ അഫലാ തുബ്സിറൂൻ അഫലാ തസ്മഊൻ ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. കാരണം അത് വെറുതെ ഇങ്ങനെ വായിച്ച് വിടാനുള്ള ഒരു കിതാബല്ല, ഒരു പുസ്തകമല്ല. അതിനുള്ളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ത് എന്നത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതറിയാനും മനസ്സിലാക്കാനും അല്ലാഹു തന്നിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കൽ നിർബന്ധമാണ്. ആ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. ഇത് വല്ലാത്തൊരു ചോദ്യമാണ്. അഫഹസിബ്തും, മനുഷ്യരെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, അന്നമാ ഖലഖനാകും അബസ, ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത് വെറുതെയാണെന്ന്. ചില തഫ്സീറിന്റെ കിതാബുകളിൽ
ഉലമാക്കൾ എഴുതിയതായി കാണാം. അഥവാ എന്തെങ്കിലും ഒരു കളിതമാശയായി പ്രയോജനമൊന്നുമില്ലാതെ, ഒരു ഉപകാരവും ഇല്ലാതെ ഇരുകാലിയായ ഇത്രയും അനുഗ്രഹീതമായ ജീവിതം നയിക്കുന്ന നിങ്ങളെ ഞാൻ വെറുതെ അങ്ങ് പടച്ചു വിട്ടിരിക്കുകയാണ് എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അതല്ല. വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ജീവിതത്തിന്റെ ഈ സെക്കൻഡുകൾ തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ ദർബാറിലേക്ക് തിരിച്ചു മടക്കപ്പെടുകയില്ല എന്നും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ആ വിചാരം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് തെറ്റാണ്. നിങ്ങൾ അങ്ങനെ ധരിക്കരുത്. ദുനിയാവിൽ നൽകപ്പെട്ടിരിക്കുന്ന ഈ ജീവിതം വിലപിടിപ്പുള്ളതാണ്. ലക്ഷ്യബോധത്തോടെ പഠിച്ചും അറിഞ്ഞും മനസ്സിലാക്കിയും കണിശതയോടെ കണ്ടും ജീവിച്ച് തീർക്കേണ്ടുന്ന ഒരസുലഭ മുഹൂർത്തമാണ് ദുനിയാവിലെ ജീവിതം. വെറുതെ അല്ല, കളിയല്ല, തമാശയല്ല, തോന്നിയ പോലെ തീർക്കാവുന്നതല്ല. പിന്നെയും ചോദിച്ചു അല്ലാഹു സുബ്ഹാനഹു വ തആല, അയഹ്സബുൽ ഇൻസാനു അയ്യുത്രക സുദാ. ഈ ദുനിയാവിൽ ജീവിക്കുന്ന മനുഷ്യന്മാർ വിചാരിക്കുന്നുണ്ടോ അവര് വെറുതെ അങ്ങ് ഉപേക്ഷിക്കപ്പെടുന്നവരാണ്, വെറുതെ അങ്ങ് വിടപ്പെടുന്നവരാണ് എന്ന് മനുഷ്യന്മാർ വിചാരിക്കുന്നുണ്ടോ? ഇല്ല. ഭൂമിയിൽ ജീവിച്ച മനുഷ്യൻ എന്നല്ല, കോടാനുകോടി വരുന്ന ജീവജാലങ്ങളുടെയും സൃഷ്ടിപ്പിന്റെ പിറകിൽ ഉടമസ്ഥനായ അല്ലാഹുവിന് ഒന്നല്ലെങ്കിൽ മറ്റൊരു ലക്ഷ്യം തീർച്ചയായുമുണ്ട്. ഭൂമിയിൽ നമ്മൾ ഈ കാണുന്ന ഒരു അണു അല്ലെങ്കിൽ ഈ മണൽത്തരികൾ, ചിലപ്പോ മനുഷ്യന്മാർ ചോദിക്കും, ഇതെല്ലാം എന്തിനാ അള്ളാഹു പടച്ചിട്ടുണ്ടാവുക? ഇതിലൊക്കെ എന്ത് നേട്ടാ മനുഷ്യന്മാർക്കുള്ളത്? അല്ലെങ്കിൽ ഭൂമിയിൽ എന്തിനാ ഈ വസ്തുക്കളൊക്കെ എന്ന് അറിവില്ലാത്ത മനുഷ്യന്മാർ ചോദിച്ചേക്കാം. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ നിർമ്മാണത്തിന്റെ ഒന്നാമത്തെ തീയതി തന്നെ പ്രഖ്യാപിച്ചൊരു വിഷയമുണ്ട്. ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ അറിയുന്നവനാണ് ഞാനാ ഇതിനെയൊക്കെ സൃഷ്ടിച്ച് പടച്ചു പരിപാലിക്കുന്നത്. അതിന്റെ പിറകിൽ എന്ത് എന്ന ഹിക്മത്ത് അറിയുന്നവൻ ഞാൻ മാത്രമാണ്. നിങ്ങൾക്കതറിയൂല. കോടാനുകോടി വരുന്ന ജീവജാലങ്ങളുടെ സൃഷ്ടിപ്പിന്റെ പിറകിൽ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അൽ ഇൻസാൻ എന്ന അനുഗ്രഹീതനായ മനുഷ്യൻ എന്ന സൃഷ്ടിപ്പിന്റെ പിറകിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ട്. വെറുതെ അങ്ങ് വിട്ടല്ല. ഒരർത്ഥമില്ലാത്ത ജീവിതം നയിക്കുന്നവരല്ല മനുഷ്യന്മാര്. ഒരാണിന്റെയും പെണ്ണിന്റെയും മകനായും മകളായി ഭൂമിയിൽ ജനിക്കുക, ഇഷ്ടമുള്ള പോലെ തിന്നും കുടിച്ചും സുഖിച്ചും ഭോഗിച്ചും ആഗ്രഹങ്ങൾക്കൊത്ത് സഞ്ചരിച്ചും ജീവിച്ചത് തീർക്കുക, ഒരു ദിവസം മയ്യത്തായി കത്തിക്കപ്പെടുകയോ കബറടക്കം ചെയ്യപ്പെടുകയോ കഴുകന്മാർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുകയോ പെട്ടിയിലാക്കി താക്കുകയോ എന്തെങ്കിലും ഒന്ന് ചെയ്യുക. അതോടുകൂടി മണ്ണുകൊണ്ട് നിർമ്മിതമായ മനുഷ്യൻ മണ്ണിനോട് ചേർന്ന് നാമാവിശേഷമായി പോവുക, എന്നിട്ട് ആ അധ്യായം അങ്ങ് അവസാനിക്കുക. ഇല്ല, അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ സൃഷ്ടിപ്പിന്റെയും ഈ മനോഹരമായ പ്രപഞ്ചത്തിന്റെയും സംവിധാനങ്ങളുടെയും പിറകിലൊന്നും ഒരു കാര്യമില്ലാണ്ടായി പോവും. അങ്ങനെയല്ല. സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്റെ മുന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായ ലക്ഷ്യബോധം പരിശുദ്ധ ഖുർആനിലൂടെ ഓരോന്നോരോന്നായി അക്കമിട്ട് പറഞ്ഞു. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ, അല്ലാഹു ആ പറഞ്ഞ ലക്ഷ്യം എന്ത് എന്നറിയണമെങ്കിൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞ രണ്ട് വിഭാഗത്തിന്റെ കൂട്ടത്തിൽ നമ്മൾ പെടാതിരിക്കണം. നമ്മള് ഖുർആനിൽ അല്ലാഹു പറഞ്ഞ രണ്ട് വിഭാഗം ആളുകളുടെ കൂട്ടത്തിൽ പെടാതിരിക്കണം. അതിലൊന്ന് അല്ലാഹു പറഞ്ഞു, വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ ജിന്നി വൽ ഇൻസ്. മനുഷ്യവർഗത്തിലും ജിന്നുവർഗത്തിലും പെട്ട ഒരുപാട് പേരെ നാം നരകത്തിന് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാ? അല്ലാഹു ആലം. അത് അല്ലാഹുവിന്റെ ഇഷ്ടമാണ്, സൃഷ്ടിക്കുന്നവന്റെ ഇഷ്ടമാണ്. ഫഅലുൽ ലിമാ യുരീദ്, ഒരു ഇഷ്ടമുള്ള പോലെ ചെയ്യും. നമ്മളെ ചില ആൾക്കാർ അല്ലാഹുവിനെ ചോദ്യം ചെയ്യുന്നുണ്ട്, എന്തിനാ അവരെ നരകത്തിന് വേണ്ടി ആക്കിയത്?
എന്താ അവര് ചെയ്ത തെറ്റ്? എന്തിനാ അത്രയും ആൾക്കാരെ പാവങ്ങളെ നരകത്തിന് വേണ്ടി ആയിട്ട് അള്ളാഹു പടച്ചുണ്ടാക്കിയത്? അള്ളാന്റെ ഇഷ്ടം, സൃഷ്ടാവിന്റെ ഇഷ്ടം, മാലിക്കുൽ മുൽക്കിന്റെ തീരുമാനം, ഖാലിഖുൽ മഖ്ലൂഖാത്തിന്റെ ഇഷ്ടം, അവന്റെ താല്പര്യം, അവന്റെ തൃപ്തി. ലാ യുസ്അലു അമ്മാ യഫ്അൽ, അവൻ എന്തും ചെയ്യും. അള്ളാഹു എന്തും ചെയ്യും. അവൻ ചെയ്യുന്ന കാര്യങ്ങൾ ചോദിക്കാനും ദുനിയാവിൽ ആരുമില്ല. ചോദ്യം ചെയ്യപ്പെടാത്ത രാജാതിരാജനായ സ്വച്ഛാധിപതിയായ അടക്കി ഭരിക്കുന്ന ഖഹാറായ ഏകനായ അള്ളാഹുവാണവൻ. ഓനിഷ്ടം മനുഷ്യവർഗത്തിൽ നിന്നും ജിന്നുവർഗത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗത്തെ നരകത്തിന് വേണ്ടിയായി സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൽ പെടാൻ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്നല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഭാഗത്തിന്റെ ചില അടയാളങ്ങൾ പറഞ്ഞു തന്നു. അതുകൊണ്ടാണ് അതിൽ പെടാതിരുന്നാലേ ഈ ലക്ഷ്യം മനസ്സിലാവൂ എന്ന് പറയാൻ കാരണം. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. എന്താണുള്ള പ്രത്യേകത എന്നറിയോ? അവർക്ക് ഹൃദയമുണ്ട്, ചിന്താശേഷിയുണ്ട്, വിവേകമുണ്ട്, മസ്തിഷ്കമുണ്ട്. പക്ഷെ ലാ യഫ്ഖഹൂന ബിഹാ, അവർ ചിന്തിക്കൂല. അവരുടെ തലച്ചോറിന് അടിയറവ് വെച്ചിട്ടുണ്ടാവും ഏതെങ്കിലും പുരോഹിത വർഗത്തിന്റെ കാൽ കീഴിൽ, ഏതെങ്കിലും തങ്ങന്മാരെ പോക്കറ്റില്, ഏതെങ്കിലും ബാവന്മാരുടെ കട്ടിന്റെ അടിയില്. അവന്റെ തല ശിരസിനെ കുനിച്ച് അടിയറവ് പറഞ്ഞ് അടിമത്തം അർപ്പിച്ച മസ്തിഷ്കം മരവിച്ചവനായിരിക്കും. ലാ യഫ്ഖഹൂന ബിഹാ, ഒരു ചിന്താശേഷി ഉണ്ടാവില്ല. ഓന്റെ കഴുത്തിൽ കയറിട്ട് തങ്ങൾ അങ്ങോട്ട് വിളിച്ച അങ്ങോട്ട് പോവും, ബാവയും ബീവിയും ഇങ്ങോട്ട് വിളിച്ചാൽ ഇങ്ങോട്ടും പോവും. ഏതെങ്കിലും ജീവനില്ലാത്ത ശരീരത്തിന്റെ ഏതെങ്കിലും പരുന്ത് കൊത്തിക്കൊണ്ടുവന്ന അവയവങ്ങളാണെങ്കിലും വിളിച്ചാലും അങ്ങോട്ട് പോവും. ലാ യഫ്ഖഹൂന ബിഹാ, ചിന്തിക്കാൻ ശേഷിയില്ല. ബുദ്ധിയുണ്ട്, തലച്ചോറുണ്ട്, മന്ദബുദ്ധിയൊന്നുമല്ല, പിരാന്തരൊന്നുമല്ല. കാര്യങ്ങളൊക്കെ വേർതിരിച്ച് മനസ്സിലായി. ഇത് ഉപ്പയാണ്, ഇത് ഉമ്മയാണ്, ഇത് ഭാര്യയാണ്, ഇത് മക്കളാണ്, ഇത് പറങ്കിപ്പേട്ടയാണ്, അപ്പുറത്ത് പോയ മംഗലാപുരത്തെത്തും. ഇതെല്ലാം അറിയാം. ലാ യഫ്ഖഹൂന ബിഹാ, അറിയേണ്ടത് അറിയാൻ അവനവന്റെ ബുദ്ധിയെ ഉപയോഗിക്കൂല. പെട്ടിയിൽ വെച്ച് പൂട്ടിയിട്ടുണ്ടാവും. അവന്റെ മസ്തിഷ്കത്തെ പ്രവർത്തിപ്പിക്കുന്നത് ഏതെങ്കിലും കമ്മിറ്റി ആയിരിക്കും, അതല്ലെങ്കിൽ ഏതെങ്കിലും ജാറ കമ്മിറ്റി ആയിരിക്കും, അതല്ലെങ്കിൽ ദർഗയിലെ കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന കർമ്മികളായിരിക്കും. പുരോഹിത വർഗത്തിന്റെ കൈക്കുമ്പിളിൽ സ്വന്തം തലച്ചോറിന്റെ കടിഞ്ഞാണ് നൽകി അല്ലാഹു തന്ന ബുദ്ധി എന്ന വിവേകമെന്ന അത്യുന്നതമായ അനുഗ്രഹത്തിനെ പൊളിച്ചു കളഞ്ഞവരായിരിക്കും അവർ. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. ഒന്നാമത്തെ അടയാളം. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. അവരാരെന്നറിയോ? അവർക്ക് മനോഹരമായ ചെവികളുണ്ട്, കാതുകളുണ്ട്. പലതും അവർ കേൾക്കുന്നുണ്ട്, പലതും അവർ ആസ്വദിക്കുന്നുണ്ട്. മാലമൗലീദുകൾ, റാത്തീബുകൾ, ലദ്ദാദുകൾ, കുതുബിയ്യത്തുകൾ, ആ പാട്ട് ഈ പാട്ട്, ആ ശൈഖിന്റെ വർണ്ണന, ഈ ശൈഖിന്റെ വർണ്ണന, ആ ദർഗന്റെ കഥ, ഈ ദർഗന്റെ കഥ, അങ്ങനെ പലതും അവര് കേട്ട് ആസ്വദിക്കുന്നവരാണ്. എന്നാൽ ആ കാതും കേൾവിയും കൊടുത്തവനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ കേൾക്കാൻ ഓന് സാധിക്കൂല. അവനതിൽ ഒരു രസമില്ല. കേൾക്കായിട്ടല്ല, കേൾക്കുമ്പോ ഒരു രസമില്ല, ഒരനുഭൂതിയില്ല. കേട്ടിട്ട് വീണ്ടും കേൾക്കാനുള്ള ഒരു ആർത്തിയോന് വരുന്നില്ല. അങ്ങനത്തെ ഒരു ടീം. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ. മൂന്നാമത്തെ അടയാളം, അവർക്ക് കണ്ണുകളുണ്ട്, കാഴ്ചാശക്തിയുമുണ്ട്. പക്ഷേ കാണേണ്ട സത്യത്തെ അവർ കണ്ടെത്തുന്നില്ല. അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളിൽ പ്രവർത്തിക്കുന്ന മഹോത്ഭുതങ്ങളെ കണ്ട് അത് പ്രവർത്തിപ്പിക്കുന്ന ഉടമസ്ഥനെ തിരിച്ചറിയാൻ അവന്റെ കണ്ണുകൾക്ക് സാധിക്കുന്നില്ല.
മുകളിൽ വിരിക്കപ്പെട്ട ആകാശം, അള്ളാഹു പരവതാനി പോലെ വിരിച്ച ഭൂമി, കാടുമേടുകൾ, പർവ്വതങ്ങൾ, കടലുകൾ, മരുഭൂമികൾ, പക്ഷിപർവാദികൾ, ജീവജാലങ്ങൾ എന്നല്ല ഈ മഹാപ്രപഞ്ചത്തിന്റെ അതിമനോഹരമായ ഭംഗിയുള്ള ഈ സംവിധാനങ്ങൾ കണ്ടിട്ടും അതിനെ സംവിധാനിച്ച ഏകനായ അള്ളാഹുവിനെ കാണാൻ അവന്റെ കണ്ണുകൾക്ക് സാധിക്കുന്നില്ല. ആ കണ്ണുകൾ പിന്നെയും പരതുന്നത് ഖബറിന്റെ ഉള്ളിലുള്ള മയ്യത്തിലെയാണ്. ആ കണ്ണുകൾ പിന്നെയും കാണുന്നത് ജപിച്ചു നൽകുന്ന 10 രൂപന്റെ കറുത്ത നൂൽക്കെട്ടുകളാണ്, ജാരം മൂടിയ പച്ച പുതപ്പുകളാണ്, ജാരത്തിന്ന് കിട്ടുന്ന നാരിപ്പുരണ്ട വെളിച്ചെണ്ണകളും എണ്ണകളുമാണ്. ഇതേ ആ കണ്ണുകൾക്ക് കാണാൻ കഴിയുന്നുള്ളൂ. ലാ യുബ്സിറൂന ബിഹാ. അള്ളാഹു പറഞ്ഞൊരു വാക്കുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് അതിൽ പെടാതിരുന്നാലേ കാര്യം മനസ്സിലാവൂ എന്ന് പറയാൻ കാരണം. ഉലൈക കൽ അൻആമി ബൽ ഹും അദൽ, ഉലൈക കൽ അൻആമി ബൽ ഹും അദൽ. ആ കൂട്ടക്കാർ നാൽക്കാലികളെ പോലെയാണവർ. ബൽ ഹും അദൽ എന്നല്ല, അതിനേക്കാൾ പിഴച്ചു പോയവരാണവർ. ഇവിടെ തഫ്സീറിന്റെ ഉലമാക്കൾ വാചകങ്ങളെ തഫ്സീർ ചെയ്യുമ്പോൾ പറഞ്ഞൊരു അത്ഭുതമുണ്ട്. എന്താ അറിയോ? ഈ പറയപ്പെട്ട അടയാളങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അള്ളാഹു ഉപയോഗിക്കുന്നത് ബഈദിന്റെ ഇസ്മുൽ ഇഷാറയാണ്. ഉലൈക്, ഹഉലൈ എന്ന് പറഞ്ഞാൽ ഇക്കൂട്ടർ, ഉലൈക എന്ന് പറഞ്ഞാൽ ആ കൂട്ടർ. എന്തുകൊണ്ട് അള്ളാഹു ഉലൈക പറഞ്ഞ് ബഈദിനെ സൂചിപ്പിക്കാനുള്ള വാക്ക് ഉപയോഗിച്ചത്? ഉലൈക്, നമുക്ക് ആ കൂട്ടവുമായിട്ടൊരു ബന്ധവുമില്ല എന്നറിയിച്ചേരാൻ. അവര് നമ്മളിൽ നിന്ന് ദൂരെയാണ്. നമ്മുടെ നാൽക്കാലികളായിക്കൂടാ. എരുമകളെ പോലെ, പോത്തുകളെ പോലെ, ആടുകളെ പോലെ കണ്ണുണ്ട്, കാതുണ്ട്, തലച്ചോറുണ്ട്, ചിന്തിക്കലുണ്ട്, കേൾക്കലുണ്ട്, കാണലുണ്ട്. പക്ഷെ എന്താണോ കാണേണ്ടത്, എന്താണോ കേൾക്കേണ്ടത്, അറിയേണ്ടത്, അതറിയാത്തവർ ഉലൈക കൽ അൻആം അതിൽ പെട്ടൂടാ. അതിൽ പെട്ടാൽ നമുക്ക് പറയുന്ന കാര്യം മനസ്സിലാവൂല. അതുകൊണ്ട് വളരെ സ്നേഹത്തോടെ, വളരെ ബഹുമാനത്തോടെ എന്റെ ശബ്ദം കേൾക്കുന്ന പള്ളി ഭാരവാഹികളും ഉസ്താദുമാരും ഖാദിമാരും ഒക്കെ നാട്ടുകാരും ശ്രദ്ധിക്കേണ്ടത് അതിൽ നിന്ന് മാറി ഈ പറയുന്ന കാര്യങ്ങളെ ശ്രദ്ധിക്കാൻ മെനക്കെടുക. രണ്ടാമത്തെ ഒരു വിഭാഗം അല്ലാഹു സൂറത്തു സഫിൽ പറഞ്ഞതാ. വെള്ളിയാഴ്ച ഇമാമിയങ്ങളൊക്കെ സാധാരണ ഓതാറുള്ള ആയത്താണ്. مثل الذين حملوا التوراة ثم لم يحملوها كمثل الحمار يحمل أسفارا. ജൂതന്മാരെ പറ്റി അല്ലാഹു വിശേഷിപ്പിച്ചതാണ്. തൗറാത്ത് നൽകപ്പെട്ടവർ, ബൃഹത്തായ ഗ്രന്ഥം നൽകപ്പെട്ടവർ, കയ്യിൽ പിടിച്ച് നെഞ്ചോട് ചേർത്ത് നല്ല തുണിയിൽ പൊതിഞ്ഞ് രാവിലെയും വൈകുന്നേരവും മുത്തി കണ്ണിനോട് ചേർത്ത് ശിരസിൽ വെച്ച് ആദരിച്ച് ബഹുമാനിക്കുന്ന കിതാബ് നൽകപ്പെട്ടവർ. പക്ഷേ അവർ കമസലിൽ ഹിമാർ, കഴുതയെ പോലെയാണ്. യഹ്മിലു അസ്ഫാറ, ഗ്രന്ഥങ്ങളെ ചുമക്കുന്നു എന്നല്ലാതെ അതിന്റെ ഉള്ളിൽ എന്താണെന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. കഴുതകളെ പോലെയുള്ള മനുഷ്യന്മാർ. ഈ രണ്ട് കൂട്ടത്തിലും പെട്ടാൽ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുമ്പിൽ തന്നിരിക്കുന്ന ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കൂല. കാരണം ആ ലക്ഷ്യം തിരിച്ചറിയരുത് എന്നാഗ്രഹിക്കുന്നവരുടെ കയ്യിലേക്ക് നമ്മളെ കൊടുത്താൽ പിന്നെ ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റൂല. എങ്കിൽ എന്തായിരിക്കും മനുഷ്യ ജീവിതത്തിന്റെ പിറകിൽ അല്ലാഹു കാണുന്ന ലക്ഷ്യം? ഒരേ ഒരു ലക്ഷ്യം. മനുഷ്യ ജീവിതത്തിന്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന്, ഒരേ ഒരു ലക്ഷ്യം, അത് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അത് മാത്രം. നിസ്കരിക്കലല്ല. പ്രത്യേകം ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, നിസ്കരിക്കലല്ല. ലോകത്ത് വന്ന ഒരു നബിമാരും ഒരു റസൂലും നിസ്കാരത്തിലേക്ക് ആൾക്കാരെ വിളിക്കാമെന്നതല്ല, നോമ്പ് നോക്കാൻ വേണ്ടി ആൾക്കാരെ വിളിക്കാമെന്നതല്ല, സക്കാത്തിനോ സദഖയോ ഹജ്ജോ ഉംറയോ പാവപ്പെട്ട പെൺകുള്ളരെ കെട്ടിക്കലോ അതല്ലെങ്കിൽ പിന്നെ യതീമുമാരെ നോക്കലോ വിധവകളെ സംരക്ഷിക്കലോ ഈ പറയപ്പെട്ട ഒരു നന്മയിലേക്കും ദഅവത്ത് ചെയ്യാനല്ല 1.25 ലക്ഷത്തോളം വരുന്ന അംബിയാ മുർസലീങ്ങളെ അല്ലാഹു അയച്ചത്. ലോകത്ത് വന്ന മുഴുവൻ നബിമാരും ലോകത്തിന്റെ മുമ്പിൽ പറയാൻ അല്ലാഹു ഏൽപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദിലേക്ക് വിളിക്കാനാണ്.
അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്ന ജീവിതത്തിന്റെ ലക്ഷ്യത്തിലേക്ക് വിളിക്കാൻ മാത്രം അള്ളാഹു 1.25 ലക്ഷം അംബിയാ മുർസലീങ്ങളെ അങ്ങനെ അവർ ദഅവത്ത് ചെയ്തത് സ്വീകരിച്ച് ആ ലക്ഷ്യത്തോടു കൂടി ജീവിക്കാൻ തുടങ്ങിയാൽ പിന്നെ അവർക്കുള്ള നസീഹത്താണ് 5 നേരത്തെ നിസ്കാരം. പിന്നെ അവർക്ക് നിർബന്ധമാവുന്നതാണ് സക്കാത്തും നോമ്പും ഹജ്ജും പോലെയുള്ള പുണ്യകർമ്മങ്ങൾ മുഴുവൻ. ദഅവത്തിന്റെ തുടക്കം ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്തു തൗഹീദിലേക്കാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിനോട് മാത്രം സഹായം തേടുന്ന, അള്ളാഹുവിനെ മാത്രം അവലംബിക്കുന്ന, ഭരമേൽപ്പിക്കുന്ന, ഉപകാരങ്ങൾ തേടുന്ന, ഉപദ്രവങ്ങളിൽ നിന്ന് അവനോട് മാത്രം കാവൽ തേടുന്ന പരിശുദ്ധമായ ഒരു ജീവിതം നയിച്ച് ആലമുൽ അർവാഹിൽ വെച്ച് ഉടമസ്ഥന് കൊടുത്തിരിക്കുന്ന കരാറിനെ പൂർത്തിയാക്കുക. ഇതാണ് മനുഷ്യ ജീവിതത്തിന്റെ പരമപ്രധാനമായ ഏക ലക്ഷ്യം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനെ കഴുതപ്പുറത്ത് കയറ്റി. കുന്തു റദീഫൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുആദ് റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ റസൂലുള്ളാഹിന്റെ കഴുതപ്പുറത്താണ് ഉള്ളത്. കുറച്ചു നേരം സഞ്ചരിച്ചപ്പോൾ റസൂലുള്ളാഹി വിളിച്ചു, യാ മുആദ്. ഞാൻ പറഞ്ഞു ലബ്ബൈക വസഅദൈക. ഭാഗ്യവാൻ, അള്ളാഹിന്റെ ഹബീബിനോടൊപ്പം ഒരേ വാഹനപ്പുറത്ത് സഞ്ചരിക്കാൻ. അവർക്കിടയിൽ ഒന്നുമില്ല, വാഹനത്തിന്റെ രോമം മാത്രമേ ഉള്ളൂ, അത്ര അടുത്ത്. എന്നിട്ടും വിളിച്ചു, യാ മുആദ്. ഞാൻ പറഞ്ഞു ലബ്ബൈക യാ റസൂലല്ലാഹ്. കുറച്ച് സമയം പിന്നെ യാത്ര ചെയ്തു. സുമ്മ സാറ സഅതൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും വിളി, യാ മുആദ്. ഞാൻ പറഞ്ഞു ലബ്ബൈക യാ റസൂലല്ലാഹ്. പിന്നെ ഒന്നും മിണ്ടുന്നില്ല. പിന്നെ കുറച്ച് മുമ്പോട്ട് പോയി. മൂന്നാമത് വിളിച്ചു, യാ മുആദ് ലബ്ബൈക യാ റസൂലല്ലാഹ്. ഞാൻ വിളിക്ക് ഉത്തരം കൊടുത്തു. അപ്പൊ എന്നോട് ചോദിക്കുകയാണ്, ഹൽ തദ്രി മുആദ്, നിനക്കറിയുമോ മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ് വഹഖ്ഖുൽ ഇബാദി അലല്ലാഹ്? മുആദ്, അല്ലാഹുവാകുന്ന ഏകനായ റബ്ബിനോട് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരെന്ന പേരുള്ള ഈ സൃഷ്ടിക്കുള്ള കടപ്പാട്, ബാധ്യത, ഹഖ് എന്താണെന്ന് അറിയാമോ മുആദ്? തിരിച്ച് ആ മനുഷ്യരോട് ഏകനായ അല്ലാഹുവിനുള്ള ഹഖ് എന്താണെന്നും അറിയാമോ? ഖുൽതു വല്ലാഹു വറസൂലുഹു അഅലം. ഞാൻ പറഞ്ഞു, അല്ലാഹുവും അവന്റെ റസൂലുമാണ് ഏറ്റവും അറിയുന്ന ആള്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നാ കേട്ടോളി മുആദ്, ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്. ഭൂമിയിൽ ജീവിക്കുന്ന അടിമകൾക്ക് സൃഷ്ടാവായ അല്ലാഹുവിനോടുള്ള ഹഖ് അയ്യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ഷൈആ. നിസ്കരിക്കൽ നല്ല പറഞ്ഞുകൊടുത്ത്, നോമ്പെടുക്കൽ നല്ല പറഞ്ഞുകൊടുത്ത്, വേറെ ഒരു നന്മയും പറഞ്ഞില്ല. അതേ സമയത്ത് കോടിക്കണക്കിന് നന്മകൾ സമ്പാദിക്കാവുന്ന അമലുകളെ പറ്റി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിലെ ക്ലാസുകളിൽ നിരന്തരം പറഞ്ഞിട്ടുണ്ട്. അതൊന്നുമല്ല, അതൊക്കെ ചെയ്യേണ്ടത് ആരെന്നറിയോ? അല്ലാഹുവിനോടുള്ള ഹഖിനെ പൂർത്തിയാക്കുന്നവൻ. എന്താണ് ഹഖ്? അയ്യഅ്ബുദൂഹു, അവന് മാത്രം ഇബാദത്ത് ചെയ്യലാണ്. വലാ യുശ്രികൂ ബിഹി ഷൈഅൻ, ഒരു വസ്തുവിനെയും അവനോടൊപ്പം പങ്കു ചേർക്കാതിരിക്കല. ഏക ലക്ഷ്യം മനുഷ്യ ജീവിതത്തിന്റെ എന്ന് പറഞ്ഞാൽ അത് പൊട്ടിപ്പോയാൽ ജീവിതേ പോയി. തൗഹീദ് ഇല്ലെങ്കിൽ ജീവിതമേ പോയി. ശിർക്ക് വന്നു പോയാൽ ഭൂമിയിലേക്ക് വന്ന ലക്ഷ്യം തന്നെ താളം തെറ്റി താറുമാറായി. ദുനിയാവ് നഷ്ടം, ആഖിറവും നഷ്ടം. ഗൗരവത്തിൽ ചിന്തിച്ചേ പറ്റൂ. തിരിച്ച് അല്ലാഹുവിന് അടിമയോടുള്ള ഹഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാ യുഅദ്ദിബ മൻ ലാ യുശ്രികു ബിഹി ഷൈഅ. അല്ലാ യുഅദ്ദിബ്, അവൻ ശിക്ഷിക്കാതിരിക്കലാണ്. മൻ, ഒരുത്തനെ, ലാ യുശ്രികു ബിഹി ഷൈഅ, അവനോട് ഒന്നിനെയും പങ്കു ചേർക്കാത്ത ഒരുത്തനെ. ഇതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനായത്. ഇത് പറഞ്ഞാൽ വിശദീകരിക്കാനും വേണ്ടിയിട്ടാണ് പരിശുദ്ധ ഖുർആനിന്റെ അവതരണം ഉണ്ടായത്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരു ചോദ്യം സ്വാഭാവികമായും ചോദിക്കാം. എന്തുകൊണ്ട് അല്ലാഹുവിനെ മാത്രം വിളിക്കണം? എന്റെ ജാറത്തിൽ പോയിട്ട് തങ്ങളെ വിളിച്ചൂടാ? എന്റെ ജാറത്തിലുള്ള ശൈഖിനെ വിളിച്ചൂടാ?
എന്റെ ബാവമാരെയും ഭീമമാരെയും കാണാൻ പോയിക്കൂടാ? എന്റെ തങ്ങന്മാരെയും ജിന്നുമാരെയും സമീപിച്ചൂടാ? എന്തുകൊണ്ട് ഉറുക്ക് കെട്ടിക്കൂടാ, ഏലസ് കെട്ടിക്കൂടാ? സ്വാഭാവികമായും മൗലമാര് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഒരൊറ്റ മറുപടിയേ ഉള്ളൂ. എന്താണെന്നറിയോ? وَإِذْ أَخَذَ رَبُّكَ مِنْ بَنِي آدَمَ مِنْ ظُهُورِهِمْ ذُرِّيَّتَهُمْ وَأَشْهَدَهُمْ عَلَى أَنفُسِهِمْ أَلَسْتُ بِرَبِّكُمْ قَالُوا بَلَى شَهِدْنَا. ഈ ഒറ്റ കാരണം കൊണ്ട് ആലമുൽ അർവാഹിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം സന്തതികളുടെ അർവാഹുകളെ ഒരുമിച്ച് കൂട്ടി അവരോട് ചോദിച്ചു, അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലേ നിങ്ങളുടെ റബ്ബ്? ഖാലു ബല, അവരെല്ലാവരും സമ്മതിച്ചു, അതെ നീ തന്നെയാണ് നമ്മുടെ റബ്ബ്. ആരാ പ്രിയപ്പെട്ടവരെ റബ്ബ് എന്ന് പറഞ്ഞാൽ? അതറിയാത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ മനുഷ്യന്മാര് ജാറത്തിലേക്കും ദർഗയിലേക്കും അതേപോലെ തന്നെ സലാത്ത് ഹൽക്ക, നൂറ് ഹൽക്ക, മറ്റേ ഹൽക്ക, ആ ഹൽക്ക, ഇതിലേക്കെല്ലാം പോയിട്ട് എന്തോ നേടിയെടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. പറ്റൂല, പക്ഷെ അങ്ങനെ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ലാഭക്കുതിയന്മാരായ പുരോഹിത വർഗം അങ്ങനെ വിചാരിപ്പിക്കുന്നത്, കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് അല്ലാഹുവിനെ പറ്റിയുള്ള യഥാർത്ഥ അറിവിനെ മറച്ചു വെച്ച് ഒളിപ്പിച്ചു വെച്ച് മരിച്ചുപോയ മയ്യത്തുകളുമായി ബന്ധപ്പെട്ട കള്ളക്കഥകളെ പ്രചരിപ്പിച്ച് ആളുകളെ അങ്ങോട്ട് വശീകരിച്ച് അവരെ കൊള്ളയടിക്കാൻ പുരോഹിത വർഗം ഉണ്ടാക്കി വെച്ച രീതിയാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബാൻ. എന്തുകൊണ്ട്? നീ എന്തിനാ അല്ലാഹു ആണ് എന്റെ റബ്ബ് എന്ന് പറയുന്നത്? അല്ലാഹു അല്ലാത്ത റബ്ബ് നമുക്കില്ലല്ലോ. ആരും ലോകത്തിന്തു വരെ ഒരാളും അല്ലാഹു അല്ലാത്തൊരു റബ്ബുണ്ടെന്ന് വിശ്വസിച്ചിട്ടില്ല. വാദിച്ചിട്ടുണ്ട് ഫിർഔനെ പോലെ. അല്ലാഹു പറഞ്ഞു, ഓൻ വാദിക്കുന്നെങ്കിലും ഓന്റെ ഉള്ളിൽ ഞാൻ തന്നെയാ റബ്ബ്. ഫിർഔൻ കാരണം എന്താ അറിയോ? ഫിർഔൻ തന്റെ മന്ത്രി ഹാമാനെ വിളിച്ചു. എന്നിട്ട് ഹാമാൻ എടുത്ത് പറയാൻ, യാ ഹാമാൻ ഇബ്നി ലി സർഹൻ ലഅല്ലി അത്ലഉ ഇലാ ഇലാഹി മൂസ വഇന്നി ലഅظنഹു കാദിബ. മൂസ നബി അല്ലാഹു മുള്ളാന്ന് പറഞ്ഞു കൊടുത്തിട്ടൊന്നുമില്ല ആർക്ക്? ഫിർഔന്. പക്ഷെ ഓൻ പറയാ ഹാമാനെ വിളിച്ചിട്ട്, ഒരു ഏണി ഉണ്ടാക്ക്, ഞാൻ മോളിലോട്ട് കയറി നോക്കട്ടെ മൂസ പറയുന്ന റബ്ബ് സത്യമാണോ നോക്കട്ടെ. എന്തുകൊണ്ടാ മോള്ള റബ്ബ് എന്ന് ഫിർഔൻ അങ്ങനെ പറയാൻ കാരണം? ഉള്ളിലും വിശ്വസിക്കുന്നത് അതേ അല്ലാഹുവിനെ റബ്ബായിട്ട് തന്നെയാണ്. ഓൻ ഞാൻ റബ്ബാന്ന് പറയുന്നുണ്ടെങ്കിൽ ലോകത്ത് ഒരു ജീവി പോലുമില്ല അല്ലാഹുവിനെ റബ്ബായി വിശ്വസിക്കാത്ത, അംഗീകരിക്കാത്ത. കഴിയൂല. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദി, ആകാശത്തിലുള്ളവർ ഭൂമിയിലുള്ളവർ, വശംസു വൽ ഖമറു വൻ നുജൂം, സൂര്യൻ, നക്ഷത്രാദികൾ, ചന്ദ്രൻ, വശജർ വൽ ജിബാലു, പർവതങ്ങൾ, മരങ്ങൾ, ജീവജാലങ്ങൾ സർവത്രയും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നത് നബിയെ നിങ്ങൾ കാണുന്നില്ലേ? അതെ, അല്ലാഹുവിനെ റബ്ബായിട്ട് അംഗീകരിക്കാത്ത ഒരു ശൈഇ പോലും ഈ ദുനിയാവിലില്ല. ഈ കാണുന്ന പുല്ലുകൾ, ഈ മണൽത്തരികൾ, ഈ മഹാപ്രപഞ്ചം അഖിലാണ്ടം മുഴുവൻ ഉടമസ്ഥനായ അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്ന അടിയാറുകളാണ്, മഖ്ലൂഖാത്തുകളാണ്. അതിൻ്റെ ഇടയിൽ ഒരു വിഭാഗം മനുഷ്യൻ ആരാ റബ്ബ്, എന്താ റബ്ബ് എന്നറിയാതെ നട്ടം തിരിയുന്നവർ. ആ നട്ടം തിരിയുന്ന ആൾക്കാരാണ് ദർഗയിലേക്ക് അഭയം പ്രാപിക്കുക. അവർക്കറിയില്ല. അവരുടെ ജമാഅത്ത് പള്ളിയിലെ മിമ്പറുകൾ അവർക്ക് അല്ലാഹു എന്ന റബ്ബിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നില്ല. അവരുടെ മുമ്പിൽ ആഴ്ചതോറും ഒരുമിച്ച് കൂടുന്ന ആളുകളുടെ മുന്നിൽ അവർക്ക് തിരിയാവുന്ന ഭാഷയിൽ ആരാ നിങ്ങളെ റബ്ബ്, എന്തുകൊണ്ടാ നിങ്ങൾ അല്ലാഹുവിനെ മാത്രം റബ്ബായി വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കാൻ ആ ഖത്തീബമാർക്ക് തൗഫീഖില്ലാതെ പോയി. സങ്കടം പറയാൻ അവർക്ക് തൗഫീഖില്ലാതെ പോയി. ഇത്ര വലിയ പള്ളി, ഇത്ര വലിയ മെഹ്റാബ്, ഇത്ര വലിയ മിമ്പർ, നൂറുകണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുന്ന ജുമാ മസ്ജിദുകൾ, കയറി നിന്ന് അരമണിക്കൂർ നേരം മിമ്പറിന്റെ മുകളിൽ നിന്ന് കാതോർക്കുന്ന വിശ്വാസികൾക്ക് അല്ലാഹു എന്ന റബ്ബിനെ പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള ഭാഗ്യം നഷ്ടപ്പെട്ടു പോയവർ, നിങ്ങൾ തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങണം. അവസരം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് ശിക്ഷയാണോ എന്ന് പേടിക്കേണ്ടിയിരിക്കും. ആരാ പ്രിയപ്പെട്ടവർ? എന്തുകൊണ്ടാ അല്ലാഹു റബ്ബായത്? അതറിഞ്ഞാൽ അല്ലാഹു അല്ലാത്ത റബ്ബുകളിലേക്ക് പോകുന്നത് പൊതുജനം അവസാനിപ്പിച്ചോളൂ. അല്ലാഹു പറഞ്ഞു, ഒന്ന്, എന്തുകൊണ്ടാണെന്നറിയോ? അല്ലാഹു ആണ് നിങ്ങളുടെ റബ്ബ് എന്ന് നിങ്ങളോട് പറയാൻ വേണ്ടി പറഞ്ഞത്.
ചില അർഹതകൾ അള്ളാഹുവിന് മാത്രമുള്ളത് കൊണ്ടാണ്. മക്കത്തെ ഖുറൈശികൾ വരെ ഇത് അംഗീകരിച്ചതാണെന്ന് മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ, ഉഹദ്, ഹുനൈൻ, ഖന്തക് പോലെയുള്ള യുദ്ധങ്ങൾ മുഴുവനും ചെയ്തത് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം കൃത്യമായി ബോധ്യപ്പെട്ട് അംഗീകരിച്ച് പ്രഖ്യാപിച്ച ഒരു ടീമായിരുന്നു എന്ന് വിശ്വസിക്കണം. മക്കത്തെ മുശ്രിക്കുകൾ പോലും ഒന്നെന്താ അറിയോ? കൗനുഹു ഖാലിഖൻ, അള്ളാഹു എന്തുകൊണ്ട് റബ്ബായി? അവൻ ഖാലിഖായത് കൊണ്ട്. അതിന്റെ അർത്ഥം എന്താ അറിയോ? അള്ളാഹു അല്ലാത്ത വേറെ ആരെങ്കിലും നിങ്ങൾ വിളിക്കുന്നുണ്ടെങ്കിൽ, വേറെ ആരെങ്കിലും നിങ്ങളുടെ കാര്യം നടത്തി തരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ രോഗം മാറാൻ, നിങ്ങളുടെ ബുദ്ധിമുട്ട് പ്രയാസങ്ങളെ നീക്കിത്തരാൻ, നിങ്ങളുടെ പെൺകുട്ടികൾക്ക് പുതിയാപ്പിളിനെ തരാൻ, കല്യാണം കഴിഞ്ഞ ദമ്പതികൾക്ക് മക്കളെ ഉണ്ടാവാൻ, കച്ചവടത്തിൽ ബർക്കത്ത് കിട്ടാൻ, അങ്ങനെ എന്തെങ്കിലും പുരോഹിതന്മാർ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഒന്ന് അല്ലാഹു അല്ലാത്ത വസ്തുക്കൾ, വ്യക്തികൾ, ശക്തികൾ അവകളിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അല്ലാഹു പറയാൻ, സൃഷ്ടിപ്പെന്ന വിഷയത്തിൽ അവർക്കുള്ള പങ്ക് നിങ്ങൾ കാണിച്ചതാ. അല്ലാഹു പറയുന്നു, എന്നോട് ഈ പറയപ്പെട്ടതെല്ലാം ചോദിക്കാൻ പാടുള്ളൂ, എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. കാരണം ഞാൻ ഖാലിഖാൻ. ആ എന്നെ വിട്ട് നിങ്ങൾ വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഒരു കാര്യങ്ങൾ കാണിച്ചതാ. നിങ്ങൾ ആരോടത്താണോ പോകുന്നത് അവർ എന്തിനെങ്കിലും സൃഷ്ടിച്ചത് കാണിച്ചതാ. അള്ളാന്റെ ചോദ്യമാണ്. നിങ്ങൾ ജാറത്തിലേക്കാ പോകുന്നത്, ദർഗയിലേക്കാ പോകുന്നത്, കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ നേർച്ചയാക്കാൻ വേണ്ടി നിങ്ങൾ ഏതെങ്കിലും ജാറത്തിലേക്ക് പോകുന്നുണ്ടോ? ഏതെങ്കിലും തങ്ങൾ നടത്തുന്ന സലാത്ത് ഹൽക്കയിലേക്ക് പോകുന്നുണ്ടോ? അതെങ്കിലും വാർഷിക ഹൽക്കയിലേക്ക് പോകുന്നുണ്ടോ? അങ്ങനെയുണ്ട്. സലാത്തിനും ദിക്റിനും വാർഷിക പരിപാടികളൊക്കെ ഉണ്ട്. അത് ചിലപ്പോൾ അധികം ആടിനറുക്കും, അധികം നെയ്പ്പത്തിലുണ്ടാക്കും, അധികം പോത്തിനറുക്കും, നാണും പെണ്ണും എല്ലാം വരും. അള്ളാഹു ചോദിക്കാൻ സൂറത്തുൽ അഹ്ഖാഫ്, ഖുൽ അറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹ്, ഖുൽ അറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹ്, നബിയെ നിങ്ങൾ ചോദിക്കൂ അവരോട്, അറഅയ്തും എന്താ നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? മാ തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹ്ക്ക് പുറമെ നിങ്ങൾ ആരെയാണോ വിളിക്കുന്നത് അവരെ സംബന്ധിച്ച്. ജാറങ്ങൾ പെട്ടു, ദർഗകൾ പെട്ടു, അതേപോലെ തന്നെ നമ്മുടെ ഈ നാട്ടിലും പരിസരത്തും ഒക്കെ കാണുന്ന എല്ലാവരും പെട്ടു. മാ സിവല്ലാഹ്, അല്ലാഹു അല്ലാത്ത എല്ലാം അതിൽ പെട്ടു. നബിയെ നിങ്ങൾ ചോദിക്കൂ അവരോട്, നിങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഉടമസ്ഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ വിട്ട് നിങ്ങൾ എങ്ങോട്ടാണോ പോയത്? ആരോടാണോ ചോദിക്കുന്നത്? അറൂനി അറൂനി, നിങ്ങൾ എനിക്ക് കാണിച്ചതാ. മാദാ ഖലഖല്ലദീന മിൻ ദൂനി, അല്ലാഹ്ക്ക് പുറമെ അവരൊക്കെ എന്തിനെയാണ് പടച്ചിട്ടുള്ളതെന്ന്. ഞാനിത് പറയുന്ന ആരോടറിയോ? ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് വിഭാഗത്തിൽ പെടാത്തവരോട്, ബുദ്ധി കൊടുത്ത് ചിന്തിക്കാനും മനസ്സിലാക്കാനും കഴിവുള്ള ആളുകളോട്. നിങ്ങളെ മസ്തിഷ്കം മരവിച്ചിട്ടുണ്ടെങ്കിൽ, പുരോഹിത വർഗത്തിന്റെ കാൽ കീഴിൽ നിങ്ങളെ തലയോട്ടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവൂല. ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, മനുഷ്യരാണെങ്കിൽ, ആത്മാഭിമാനമുള്ളവരാണെങ്കിൽ, സ്വന്തത്തെ പറ്റി എന്തെങ്കിലും ഒരു ഇസ്സത്തിന്റെ ബോധം ഉണ്ടെങ്കിൽ, അൽ ഇൻസാൻ എന്നല്ലാഹു പേര് വെച്ച ഉത്കൃഷ്ട സൃഷ്ടിയാണെങ്കിൽ, അറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി, ദാറത്തിന്റെ ദർഗയുടെ കമ്മിറ്റിക്കാരെ പിടിച്ചിരുത്തണം നിങ്ങൾ പള്ളിയിൽ. ആ പള്ളിയിലെ ഖത്തീബിനെയും ഖാദിയാനെയും പിടിച്ചിരുത്തണം. എന്നിട്ട് ചോദിക്കണം അവരോട്. അല്ലാഹു സൂറത്തുൽ അഹ്ഖാഫിൽ പറയുന്നുണ്ട്, അറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി. ഇവരോടൊക്കെ ചോദിക്കാനും, ഇവരോട് സഹായം തേടാനും, ഇവരിൽ ഫലമേൽപ്പിക്കാനും, ഇവരിൽ നിന്ന് കാര്യങ്ങൾ ആഗ്രഹിക്കാനും, ദുആ ചെയ്യാനും തേടാനും നമുക്ക് അവകാശമുണ്ടെങ്കിൽ അല്ലാഹു പറയുന്നുണ്ട്, ഒന്ന് ചോദിച്ചു നോക്കാൻ. അറൂനി, നിങ്ങൾ എനിക്ക് കാണിച്ചതാ. മാദാ ഖലഖല്ലദീന മിൻ ദൂനി, ഈ കിടക്കുന്നവൻ എന്തിനെയാ പടച്ചിട്ടുള്ളത് എന്ന്. മറിച്ച് ഈ കിടക്കുന്നവനെയും പടച്ചോ ഞാനാണ്. അള്ളാന്റെ വാദം. ഈ കിടക്കുന്നവനെയും ഉണ്ടാക്കിയവൻ ഞാനാണ്. എന്നെ വിട്ടിട്ടാണോ നിങ്ങൾ ഒരു ഈശ്വരനെ പോലും ഉണ്ടാക്കാത്തവനടുത്ത് പോയി ചോദിക്കുന്നത്? അറൂനി. എന്തായിരിക്കും ഉസ്താദിന്റെ മറുപടി? എന്തായിരിക്കും ജാറ കമ്മിറ്റിന്റെ മറുപടി?
എന്തായിരിക്കും പള്ളിയിലെ ഖാദിന്റെ മറുപടി അള്ളാഹുവിനോട് പറയണം, നമ്മളോടല്ല. മറുപടി പറയേണ്ടത് സാധാരണ ജനങ്ങളെ പറ്റിക്കുന്ന പുരോഹിത വർഗത്തിന്റെ മറുപടി പറയേണ്ടത് ഉടമസ്ഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട്. നിങ്ങൾ ഉമ്മത്തിനെ ജാറത്തിലേക്ക് വിളിച്ചില്ലേ, ദർഗയിലേക്ക് വിളിച്ചില്ലേ, പല ഓമന പേരും ഇട്ടിട്ടല്ലേ വിളിച്ചത്? ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്തിനോട് മിമ്പറിനെ മെഹ്റാബിനെ സാക്ഷിയാക്കി മറുപടി പറയണം. അറൂനി, എനിക്ക് കാണിച്ചതാ, മാദാ ഖലഖല്ലദീന മിൻ ദൂനി, ആ ജാറത്തിൽ കിടക്കുന്ന ശരീരം അഴുകി നശിച്ച് മണ്ണിനോട് ചേർന്ന് പോയ മനുഷ്യ ശരീരം എന്തിനാ നിർമ്മിച്ചിട്ടുള്ളത് എന്ന അള്ളാന്റെ ചോദ്യത്തിന് മറുപടി പറയണം. മറുപടി ഉണ്ടെങ്കിൽ ചോദിച്ചോളി, നമ്മളും വരാ. മറുപടി ഉണ്ടെങ്കിൽ SKSMന്റെ പ്രസിഡന്റ് മുമ്പിലുണ്ടാവും ദാനത്തിന്റെ അടുത്ത് ചോദിക്കാൻ. മാദാ ഖലഖല്ലദീന മിൻ ദൂനി, തലകുത്തി മറിഞ്ഞാലും കാണിക്കാൻ കഴിയൂല. കാരണം അത് അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് അല്ലാഹു ഓതി കേൾപ്പിച്ചിട്ടുണ്ട്. മെഹ്റാബുകൾ കാത് തുറക്കുക, മിമ്പറുകൾ കാത് തുറക്കുക. നിങ്ങളെ വിശ്വസിക്കുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന നാട്ടിലുള്ള സാധാരണക്കാരെ ചതിക്കാതിരിക്കുക, വഞ്ചിക്കാതിരിക്കുക, സത്യം അവർക്ക് ഓതിക്കൊടുക്കുക. എന്തുകൊണ്ടറിയോ? ലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ, അല്ലാഹു കാണുന്നില്ല, കേൾക്കുന്നില്ല, അശ്രദ്ധനാണ് എന്ന് വിചാരിച്ചു പോവണ്ട. വലഖദ് ജിഅ്തുമൂനാ ഫുറാദാ, എന്റെ കോടതിയിൽ ഒറ്റക്കൊറ്റക്ക് വരും. അന്ന് ചിലപ്പം കൈകടിക്കേണ്ടി വരും. എന്താ അല്ലാഹു പറഞ്ഞെന്നറിയോ? ഈ പറങ്കിപ്പേട്ടയിലുള്ള ചെറുപ്പക്കാരികളെ, വിദ്യാഭ്യാസമുള്ള, ചിന്താശേഷിയുള്ള, മസ്തിഷ്കം മരവിക്കാത്തവരെ, സൂറത്തുൽ ഹജ്ജിന്റെ 73-ാമത്തെ ആയത്ത് നിങ്ങളൊന്ന് ഓതി നോക്കണം. സൂറത്തുൽ ഹജ്ജിന്റെ 73-ാമത്തെ ആയത്ത്. അതിൽ അല്ലാഹു പറയുന്നുണ്ട്, എന്തുകൊണ്ടാ ജാറത്ത് പോണ്ടാന്ന് ഞാൻ പറയുന്നത്. അതല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ഈ സലഫികൾ ഇങ്ങനെ തൊണ്ടകീറിയിട്ട് പറയുന്നത് പിരാന്തന്മാരായിട്ടല്ല, അവർക്ക് വേറെ പണിയില്ലായിട്ടല്ല, അവർക്ക് വേറെ തിരക്കൊന്നും ഇല്ലായിട്ടല്ല. ഞാൻ അവർക്ക് ഓതിക്കൊടുത്ത സത്യം നിങ്ങളെ കേൾപ്പിക്കുന്നത് ഒരു ഹക്കിന് വേണ്ടിയാണ്, നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ വഞ്ചിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ, ദുനിയാവിലെ ജീവിതം നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ. വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ, നിങ്ങളുടെ ശരീരത്തെയും ആരോഗ്യത്തെയും ഊർജത്തെയും നിങ്ങളുടെ സമ്പത്തിനെയും കൊള്ളയടിക്കുന്ന ഒരു ചതിയനും നിങ്ങളെ ചതിക്കാതിരിക്കാൻ. ഇപ്പൊ മനസ്സിലാവൂല. നേരത്തെ അദ്ദേഹം പറഞ്ഞല്ലോ, നമ്മളെ ബാരി ഭാഷയിൽ സംസാരിച്ച് അദ്ദേഹം പറഞ്ഞല്ലോ, ഇത് മനസ്സിലാകുമ്പോ നിങ്ങൾക്ക് തിരിയും, അയാളെന്ന് വന്ന് പറഞ്ഞതിന്റെ കാര്യം ഇതാണ്, അന്നേരം മനസ്സിലാവും. സൂറത്തുൽ ഹജ്ജിന്റെ 73 പള്ളിയിലെ ഖത്തീബമാര് കേൾക്കണം. ചിലപ്പോ അവരിതൊന്നും കണ്ടിട്ടുണ്ടാവൂല, അവരിതിനെപ്പറ്റി കൂടുതലൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല. കാരണം എന്താ അറിയോ? പഠിച്ചു വരുമ്പോഴേ റാത്തീബും മൗലൂദും കുത്തുബിയത്തും അതും ഇതും ഇതെല്ലാം വായിച്ചും പഠിച്ചും പാടിയും അങ്ങനെ വരുമ്പം ഇതിനെപ്പറ്റിയൊന്നും കൂടുതൽ ചിന്തിക്കൂല. അവർ ഗവേഷണം എന്ന് പറഞ്ഞാൽ മടവൂറിന് ഏത് കറാമത്തിനെ ഉണ്ടാക്കാം, എന്തെല്ലാം കഥ ഇപ്പൊ പറഞ്ഞു തീർന്നു, ഇനിയിപ്പോ ഏത് കഥ പറഞ്ഞാൽ ആ ജനങ്ങൾക്ക് കേൾക്കുക, അങ്ങനെ അതിനെപ്പറ്റിയുള്ള ചിന്തയിലാണ് ഖുർആനിലേക്ക് മടങ്ങി. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, നിങ്ങൾക്ക് ആ കഥ ഉണ്ടാക്കുന്നതിന് പകരം ഖുർആനെ പറ്റി ഒരു മാമൂക്കോയോ പാപ്പ ഉദാഹരണം പറയാം. നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ ആര് എന്ത് ഞാൻ പറയുന്നില്ല കേട്ടോ. ഒരു മാമൂക്കോയോ പാപ്പ കേരളത്തിലാന്ന് തോന്നുന്നു. മാമൂക്കോയോ പാപ്പന്റെ കോലെന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? സാധാരണ ഇങ്ങനെയുള്ള ഉരിയാക്കളുടെ കോലെന്ന് പറഞ്ഞാൽ കുളിക്കൂല്ല, വൃത്തിയില്ല, ഡ്രസ്സിലൊന്നും ഒരു ക്ലീൻ ഉണ്ടാവില്ല, ജടപിടിച്ച മുഖിയും നെല്ലപിടിച്ച താടിയും വലിയ മീശയും പിന്നെ കറുത്ത പല്ലും അങ്ങനെയൊക്കെ നടക്കുക. വലിയ നഖം ഉണ്ടാവും, നഖത്തിന്റെ ഉള്ളിൽ ചേറുണ്ടാവും, കുളിക്കൂല്ല, കഴുകൂല്ല, ആള് കുത്തുബുൽ അക്താബൊക്കെ ആയിരിക്കും ചിലപ്പോ. അങ്ങനെ മാമൂക്കായ ഉപ്പാപ്പ ഇങ്ങനെ വരുമ്പോ ഒരു പഞ്ചാര കച്ചവടക്കാരൻ, പഞ്ചാര മീൻസ് ഷുഗർ, പഞ്ചസാര കച്ചവടക്കാരൻ ഈ മാമൂക്കായ ഉപ്പാപ്പാനെ കണ്ടപ്പോ വൃത്തിയില്ലാത്തൊരു ഉപ്പാപ്പ എന്ന് പറഞ്ഞൊക്കെ തള്ളിക്കളഞ്ഞു. ഉപ്പാപ്പ അങ്ങനെ നടന്നിട്ട് പോയി, കാരണം ഉപ്പാപ്പക്ക് ബോധമില്ലല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോ പഞ്ചാര വാങ്ങാൻ വേണ്ടി വന്ന ആൾക്ക് ഇയാൾ 1 കിലോ പഞ്ചസാര തൂക്കിയിട്ട് കൊടുത്തു. ഇയാൾ പുരക്ക് പോയിട്ട് കവർ പൊട്ടിയപ്പോ പഞ്ചാര ഇല്ല, ഉപ്പ്. ഇയാൾ ഓള് പറഞ്ഞല്ലപ്പ പഞ്ചാര വാങ്ങാൻ പറഞ്ഞിട്ട് ഉപ്പും വാങ്ങിയിട്ടാ വന്നിന്. അല്ലപ്പ ഞാൻ പഞ്ചാര തന്നെ വാങ്ങിന്, പോയിട്ട് നോക്കൊന്നും കൂടെ. അയാൾ മാർക്കറ്റിലേക്ക് പോയി. അപ്പോഴത്തേക്ക്
ഇയാളെ പഞ്ചാരച്ചാക്ക് മൊത്തം ഉപ്പായി മാറിയിട്ടുണ്ട്. ഇയാൾ ചോദിച്ചു, അല്ലപ്പ എന്താ സംഗതി, നിങ്ങൾ എന്തെങ്കിലും ചെയ്തിനോ? കാരണം ആ ചോദ്യം അവിടെ ഉണ്ടാക്കിയ ചോദ്യമാണ്. എന്നാൽ എന്താക്കാൻ പറ്റൂ, ഇതിലേക്ക് കണക്ഷൻ കിട്ടുള്ളൂ. നിങ്ങൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്തിനോ? ഞാനൊരു ഉപ്പാപ്പ ഇങ്ങനെ നടന്നു പോയപ്പോൾ ഉപ്പാപ്പാനോടൊരു മോശമായിട്ട് ഇങ്ങനെ പെരുമാറി. അതാണ് നമ്മളെ മാമൂക്കോയ ഉപ്പാപ്പ. ഇത് സിനിമകളുടെ മാമൂക്കോയ അല്ല കേട്ടോ, വേറെ മാമൂക്കോയ ഉപ്പാപ്പ. ആ ഉപ്പാപ്പാനോട് നിങ്ങൾ കാണിച്ചത് ഇയാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, വേഗം പോയിട്ട് മാപ്പ് ചോദിച്ചോ. ഇയാൾ ഓടി ചാടി പിടിച്ച് മാമൂക്കോയ ഉപ്പാപ്പാനെ കണ്ടു പറഞ്ഞു, ഉപ്പാപ്പ മാപ്പാക്കണം, അറിയാണ്ട് പറഞ്ഞു പോയതാണ്. തിരിച്ചു വരുമ്പോ ഉപ്പാപ്പ പറഞ്ഞു, ഉപ്പാപ്പ ചാക്കിലെ പഞ്ചാര മൊത്തം ഉപ്പായി പോയിട്ടുണ്ട്. അപ്പൊ ഉപ്പാപ്പ പറഞ്ഞത്രേ, ഇല്ല ഉപ്പൊന്നും ആയിട്ടില്ല, അത് പഞ്ചാര തന്നെ. വന്ന് നോക്കുമ്പോ ഫുള്ള് പഞ്ചാര. ഇത് ഞാൻ മായാവി കഥ വായിച്ചല്ല, ഇതേതോ നോവലിസ്റ്റ് എഴുതിയ കഥ വായിച്ചതല്ല. മുസ്ലിം ഉമ്മത്തിന്റെ മെമ്പറുകളിലും മെഹ്റാബുകളിലും ദീൻ പ്രസംഗിക്കുന്ന ഉസ്താദുമാരുടെ പ്രസംഗത്തിന്റെ ഭാഗങ്ങളാണിത്. ഈ കെട്ടുകഥകളും തോന്നിവാസ കഥകളും ഉമ്മത്തിന്റെ കൽബിലേക്ക് അടിച്ചിറക്കി നിങ്ങൾ അവരെ ജാറത്തിലും ദർഗയിലും കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് സുഖിക്കാനും കൊള്ളയടിക്കാനും മാത്രം. എന്താ നിങ്ങൾക്ക് സലഫികളോടുള്ള ദേഷ്യം? എന്താ മുജാഹിദ് പ്രസ്ഥാനം SKSM ഒരു പരിപാടി വെച്ചാൽ നിങ്ങൾക്ക് എന്താ ഒരു പ്രത്യേകിച്ചൊരു എന്താ പറയാ, ഒരു ഹാലിളക്കം, ബേജാറ്? നമുക്ക് മറച്ചു വെക്കാൻ ഒന്നുമില്ല. നമ്മൾ ഒരുത്തൻ്റെയും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, ഒരു കയ്യടി നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഒരാളും പരവതാനിയും പിടിച്ച് ബൊക്കയും പിടിച്ച് പൂമാലയിട്ട് തക്ബീർ വിളിച്ച് തക്ബീർ ചൊല്ലി ആനയിച്ച് സോഫയിൽ ഇരുത്താൻ ഒരു പൂതിയുമില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് ഉണ്ടായിട്ടില്ല. 23 കൊല്ലം ആ ദഅവത്ത നമ്മൾ ഏറ്റെടുത്ത ദഅവ. പിന്നെ എങ്ങനെ നമ്മളത് ആഗ്രഹിക്കുക? നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ആൾക്കാർക്ക് സത്യം മനസ്സിലാവണം. അല്ലാഹു പറയാണ് സൂറത്തുൽ ഹജ്ജ്, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ജനങ്ങൾ, ഇൻസാൻ, മനുഷ്യരെ, ദുരിബ മസലുൻ, ഒരു ഉദാഹരണം ഉപമിക്കപ്പെടുന്നു, അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹ്മഹുല്ലാഹു തആല ഈ ഫസ്തമിഉ എന്ന വാക്കിന്റെ അർത്ഥം പറഞ്ഞത് എന്താ അറിയോ? അൻസിതു വതഫഹമു, മിണ്ടാതിരിക്ക്, ഇത് കേക്ക്, എന്നിട്ട് മനസ്സിലാക്ക്. അതാണ് ആ വാക്കിന്റെ അർത്ഥം. ഫസ്തമിഊല, അൻസിതു, മിണ്ടല്ല, തഫഹമു, ചെവി കൊടുത്ത് കൽബ് കൊടുത്ത് ശ്രദ്ധിച്ച് കേക്ക്. ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങളുടെ ആദർശവുമായി ബന്ധപ്പെട്ട കാര്യമാണ്, നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട സംഗതിയാ പറയാൻ പോകുന്നത്. അതുകൊണ്ട് ഫസ്തമിഊല, ആ ഉപമ ശ്രദ്ധിച്ച് കേൾക്കുക. ഇന്നല്ലദീന, തീർച്ചയായും ഒരു കൂട്ടം ആളുകൾ, തദഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ നിങ്ങൾ അവരെയാണ് വിളിക്കുന്നത്, അവരോടാണ് നിങ്ങൾ ദുആ ചെയ്യുന്നത്, അവരോടാണ് നിങ്ങൾ സഹായം തേടുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ബർക്കത്ത് തരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത്, പെൺകുട്ടികൾക്ക് പുതിയ പിള്ള തരുമെന്ന് വിശ്വസിക്കുന്നത്, കല്യാണം കഴിഞ്ഞ ദമ്പതിമാർക്ക് മക്കളുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നത്, രോഗം ശിഫയാക്കി തരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്, അങ്ങനെ എന്തൊക്കെ വിചാരിച്ചും കരുതിയും അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരെയാണോ വിളിക്കുന്നത്, അവർ എത്ര കൃത്യമായിട്ടാ അല്ലാഹു പറയുന്നത്, തീർച്ചയായും അവർ സൃഷ്ടിക്കുകയില്ല ദുബാബ, ഒരു ഈച്ചയെപ്പോലും. പിന്നെ എന്തിനാ മനുഷ്യന്മാരെ നിങ്ങൾ പോന്ന്? ഇത് അല്ലാഹു ചോദിക്കുന്നത്. എങ്ങോട്ട്? ഈ ദർഗയിലേക്ക്, ജാറത്തിലേക്ക്. മൗലമാര് പലതും പറയും, അല്ലാഹു പറയുന്നത് കേട്ടോ. ഇനി ഞാൻ പറഞ്ഞിട്ട് വേണ്ട, സൂറത്തുൽ ഹജ്ജിന്റെ 73-ാമത്തെ ആയത്ത് പോയിട്ട് വായിച്ചു ചോദിക്കോ. അവരെല്ലാവരും ഒരുമിച്ച് കൂടിയാലും ശരി. ശരി, ഞാൻ ചോദിക്കട്ടെ, അപ്പൊ പറയും മൗലമാര്, എല്ലാ ഇത് അള്ളാഹു കൊടുത്ത കഴിവെന്നല്ലേ? അത് അള്ളാഹ്ക്ക് അറിയില്ലേ? അത് ഈ അള്ളാഹ് കൊടുത്ത കഴിവെന്നാ ചോദിക്കാൻ നിങ്ങൾ പറയാൻ അള്ളാഹ്ക്ക് അറിയില്ലേ? അറിയാണ്ട് അള്ളാഹു ഇത് പറഞ്ഞിരുന്നു എല്ലാം ഈ കഴിവ് അള്ളാഹ് കൊടുക്കാത്ത കഴിവ് ആർക്കെങ്കിലും ഉണ്ടാവുമോ? അവരെല്ലാരും ഒരുമിച്ച് കൂടിയാലും ശരി. എന്ന് മാത്രമല്ല, ഡിയാറുകളെ,
നിങ്ങൾ എനിക്ക് പുറമെ ആരാധിക്കാൻ ദുആ ചെയ്യാൻ സഹായം തേടാൻ പുരോഹിത വർഗത്തിന്റെ ജൽപ്പനങ്ങൾ കേട്ട് തെറ്റിദ്ധരിച്ചു പോവാറുണ്ടല്ലോ. എന്നിട്ട് ആ ദർഗയിൽ ജാറത്തിൽ ഇലാഹികളുടെ മുന്നിൽ നിങ്ങൾ അതിന്റെ പൂജാദ്രവ്യങ്ങൾ എന്തൊക്കെയോ സമർപ്പിക്കാറുണ്ടല്ലോ. അത് പല സ്ഥലത്തും പലതായിരിക്കും. ദിനേശ് പീടി അടക്കം നേർച്ചയാക്കുന്ന ദർഗകളുണ്ട്. കോഴിക്കോട് അപ്പവാണിപത്തിന്റെ പള്ളിയിൽ അപ്പങ്ങൾ നേർച്ചയാക്കാറുണ്ട്. രോഗം വരുന്ന ശരീരത്തിന്റെ അവയവങ്ങൾക്കനുസരിച്ചുള്ള അപ്പങ്ങൾ. കൂടുതൽ ഞാൻ പരസ്യമായിട്ട് പറയുന്നില്ല. അതാണ് ആ ദർഗയിലേക്ക് നേർച്ചയാക്കുക. അങ്ങനെ നിങ്ങൾ പലതും പലയിടത്തും കൊടുക്കാറുണ്ട്. റോസാപ്പൂ നേർച്ചയാക്കാറുണ്ട്, മല്ലികപ്പൂ നേർച്ചയാക്കാറുണ്ട്, മുല്ലപ്പൂവ് നേർച്ചയാക്കാറുണ്ട്. ഒരു പൂവിന്റെ മാല കൊണ്ട് ആ ദർഗയിൽ പൊതിഞ്ഞാല് ആ പെണ്ണിന് പുതിയ പെണ്ണ കിട്ടുമെന്ന പൈശാചികമായ മക്കത്തെ ഖുറൈശിയെ പോലും തോൽപ്പിക്കുന്ന അധപ്പതനത്തിന്റെ വിശ്വാസം ഇന്നത്തെ ഉമ്മത്തിനുണ്ട്. അല്ല പറയാണ്, അങ്ങനെ നിങ്ങൾ കൊണ്ടുപോയി ഏൽപ്പിക്കുന്ന ഈ ഭക്ഷണ പദാർത്ഥങ്ങള് ഒരു ഈച്ച വന്ന് അതിൽ നിന്ന് ഒരറ്റം കൊത്തിയെടുത്ത് പറന്നു പോയാൽ അതിങ്ങോട്ട് തിരിച്ചെടുക്കാൻ പോലും അവർക്ക് സാധിക്കൂല. പിന്നെന്ത് കുന്തത്തിനാ നിങ്ങൾ ചോദിക്കുന്നത്? അതല്ലേ നാടൻ ഭാഷ? അതല്ലേ നാടൻ ഭാഷ? അല്ല പറഞ്ഞല്ല, എന്റെ വക പറഞ്ഞതാണ്. നാടൻ ഭാഷയിൽ പിന്നെ എന്ത് കുന്തത്തിലാ ഇങ്ങനെ ചോദിക്കുന്നത്? എടാ, നിങ്ങൾ കൊണ്ടുപോയിട്ട് നേർച്ച 10-ലും നെയ്പ്പത്തിലും ഇറച്ചിയും നേർച്ചയാക്കി പോട്ടെ, നെയ്പ്പത്തിലും ഇറച്ചിയും പോട്ടെ, പണ്ടാരത്തിലും പൈസ ഇട്ടു. ഇതിന്റെ ദാറത്തിന്റെ CM മടവൂരിന്റെ ദർഗയിലെ പണ്ടാരം അടിച്ചോണ്ട കഥ കേട്ടില്ല നിങ്ങൾ? CM മടവൂർ എന്ന് പറഞ്ഞാൽ ആരായി? അഹ്ലുസുന്ന വൽ ജമാഅത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടവർക്ക് ആരാണ്? മുദബ്ബിറുൽ ആലമാണ്. അല്ലാഹു കാക്കട്ടെ, മഅദല്ലാഹ്. അയാളെ ജർഗയിലെ പണ്ടാരം കള്ളം കൊണ്ടുപോയി. കമ്മിറ്റിക്കാർ പിറ്റേന്ന് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറഞ്ഞു, അല്ല, നമ്മുടെ ഷെയ്ഖിന്റെ പള്ളിയിലെ പണ്ടാരം കള്ളം കൊണ്ടുപോയി. ഈ പാവപ്പെട്ട ചങ്ങായി പണ്ടാരത്തിൽ പോയിട്ട് പൈസ ഇട്ടെന്തിനാ അറിയോ? ഓന്റെ പുറക്ക് കള്ളം കേറാണ്ടിരിക്കാൻ. അതിന് തന്നെ കള്ളം കൊണ്ടുപോയി. അള്ളാഹു പറയാൻ, നിങ്ങൾ ആ പണ്ടാരത്തിൽ കൊണ്ടുപോയിട്ട് പൈസ ഇടൂലേ, അത് എങ്ങോട്ടാ പോകുന്നത്? അതാ ജാറത്തിന്റെ ഉള്ളിലേക്കാ? അതാ ഷെയ്ഖിന്റെ അടുത്തേക്കാ? അതാ ദർഗയിലെ പിന്നെ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന ആളുടെ അടുത്തേക്ക് ആ 100-ഉം 500-ഉം 1000-ഉം 2000-ഉം ഒക്കെ പോകുന്നത്? അത് പത്തായത്തിലേക്കാണ്. അത് പോകുന്നത് വേറെ പത്തായത്തിലേക്കാണ്. കഅബാലയത്തിന്റെ പൂജാരി അബൂലഹബിന്റെ പത്തായത്തിലേക്ക് സ്വർണ്ണനാണയങ്ങൾ പോയതുപോലെ വെറുതെ ആ ജാറ കമ്മിറ്റിക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുന്നു? വെറുതെയാണോ ജാറത്തിന്റെ ഉത്സവം, നേർച്ച, ഉറൂസ്, പിന്നെ ലേലത്തിന് വിളിക്കുന്നത്? 700 കോടി 600 കോടിക്കാണ് തിരുവനന്തപുരത്തെ ഭീമാപ്പള്ളിയിലെ ഉറൂസ്. മയ്യത്തിന്റെ കച്ചവടക്കാര് പൊതുസമൂഹത്തെ ചതിച്ചു വഞ്ചിച്ച് സുഖിയന്മാരായി വാഴുന്ന മനുഷ്യ പേരുള്ളവർ ലേലത്തിന് വിറ്റത് മയ്യത്തിലെ ജാറത്തിലെ 700 കോടിക്ക്. വെറുതെ ഇത്? വെറുതെ നമ്മളോട് ദേഷ്യം? വെറുതെ മുണ്ടിപ്പോവാൻ പാടില്ല, പറഞ്ഞു പോകാൻ പാടില്ല എന്ന് പറയുന്നത്? അള്ളാഹു പറയുന്നു, അങ്ങനെ എടുത്തിട്ട് പോകുമ്പോ അതിന്റെ ഉള്ളിൽ കിടക്കുന്ന ആൾ പറയില്ലേ, ഇത് എനിക്ക് വേണ്ടി തന്ന 500, നീ അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് എന്നും ചോദിക്കൂല. അയാൾ എടുത്തിട്ട് പോവും. ഇമാം സുദ്ദി റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, അത്താലിബ് ഈ പോയ ആള്, മത്ലൂബ് ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന ആള്, രണ്ടും ഒരേപോലെ ബലഹീനൻ. എത്ര കൃത്യമായിട്ട് അള്ളാഹു പറഞ്ഞത്? ഖാലിഖ് ഞാനാണ്, അതുകൊണ്ട് എന്നോട് ചോദിക്കണം. ഇനി ഞാൻ അല്ലാത്തൊരു ഖാലിഖുണ്ടോ? പോയിക്കോ. കാരണം അള്ളാഹു റബ്ബാവാനുള്ള ഒന്നാമത്തെ അർഹത അവൻ ഖാലിഖാവുക എന്നുള്ളതാണ്. രണ്ടാമതായി പെട്ടെന്ന് പറഞ്ഞു പോവാ. രണ്ടാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രമേ വിളിക്കാവൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടേണ്ടവനായി അല്ലാഹു അല്ലാതെ ആരുമില്ല. എന്തുകൊണ്ട്? അവൻ മാലിക്കായതുകൊണ്ട്. എന്താ മാലിക്കിന്റെ അർത്ഥം? അവൻ ഏതൊന്നിനെയാണോ പടച്ചത് അതിന്റെ പൂർണ്ണ ഉടമസ്ഥാവകാശമുള്ളവൻ. ഒരു ചരിത്രം പറഞ്ഞാൽ മനസ്സിലാവും ആ ഉടമസ്ഥാവകാശം എന്ന് പറഞ്ഞാൽ. നമ്മളും ഉടമസ്ഥന്മാരാണ്, നമുക്കും മിൽക്കിയത്തുണ്ട്. പക്ഷെ മനുഷ്യന്മാരുടെ മിൽക്കിയത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കൈമാറ്റം ചെയ്യപ്പെടുന്ന മിൽക്കിയത്താണ്.
ഇന്ന് എൻ്റെ സാധനം, നാളെ എൻ്റെ മോൻ്റെതായി, പിന്നെ ഓൻ്റെ മോൻ്റെതായി, അങ്ങനെ പോകും. അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ട് പോകും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണ മാലിക്കാൻ. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു മലന്റെ മുകളിലേക്ക് വിളിച്ചു. നമുക്ക് എല്ലാം അറിയാവുന്ന ചരിത്രമാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ അവിടെ ഞാൻ ആ തുടക്കത്തിലെ പറഞ്ഞത് പരിശുദ്ധ ഖുർആൻ തലയുള്ളവനുള്ള കിതാബാണ്. അള്ളാന്റെ ചോദ്യം മൂസ പ്രവാചകനോട്, ഏ മൂസ, നിന്റെ വലത്തെ കയ്യിൽ എന്താണ് മൂസ? മൂസ പറഞ്ഞു, അല്ലാഹുവേ, ഇതെന്റെ വടിയാണ്. അതവക്കഉ അലൈഹ, ആ വടിയിൽ ഞാൻ ചാരിക്കിടന്ന് വിശ്രമിക്കാറുണ്ട്. വഹുശു ബിഹാ അലാ ഗനമി, എന്റെ ആടുമാടുകൾക്ക് ഞാൻ ഇലകൾ പറിച്ചു കൊടുക്കാനും ഉപയോഗിക്കാറുണ്ട്. വലിയ ഫീഹാ മആരിബു ഉഖ്റ, അതല്ലാത്ത ഒരുപാട് ഉപകാരങ്ങൾ എനിക്ക് ഈ വടിയിലുണ്ട്. ഒരു മനുഷ്യന്റെ സാദാ സീതാ മറുപടി അള്ളാഹിനോട്. എന്താ മൂസ കൈമല്? അസായ, അല്ല പറഞ്ഞ വാക്കുകൾ, എന്റെ വടി എന്ന് പറഞ്ഞാൽ എന്റേതാണ്, എനിക്ക് ഇന്ന ഉപകാരങ്ങളുണ്ട്, എന്റെ ആവശ്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അള്ളാഹു പറഞ്ഞു, മൂസ, നിന്റെ വിശ്വാസം ശരിയല്ല, നീ ആ മനസ്സിലാക്കിയ ശരിയല്ല, അതിൽ അബദ്ധം വരാനുള്ള ചാൻസ് ഉണ്ട്. വടി നിന്റെ തന്നെ, പക്ഷെ ആ വടിയെ കൊണ്ട് കാര്യം നടത്തുന്നവൻ ഞാനാണ് എന്ന് പറഞ്ഞാൽ ആ വടിയുടെ യഥാർത്ഥ മാലിക് ഞാനാണ്. ഒരു വസ്തുവിനെ എന്താണ് ആവേണ്ടത് എന്ന് തീരുമാനിച്ച് ചെയ്യിപ്പിക്കുന്നവൻ ഞാൻ മാത്രമാണ്. നിന്നെക്കൊണ്ട് പറ്റൂല. ഞാൻ കാണിച്ചു തരാം. ഏ മൂസ, നീ നിന്റേതെന്ന് പറഞ്ഞ വടിയുണ്ടല്ലോ, നിനക്കൊരുപാട് ഉപകാരമുണ്ടെന്ന് നീ വിശ്വസിക്കുന്ന കരുതുന്ന വടിയുണ്ടല്ലോ, അൽഖിഹ, നീ ഒന്ന് താഴെയിട്. മൂസ നബി ഉടനെ തന്നെ വടി താഴെയിട്ടു. അതിതാ ചീറിയെടുക്കുന്ന പാമ്പായി രൂപപ്പെടുന്നു. ഇവിടെ ഈ വടിനെ പാമ്പാക്കിയതാരാ? മൂസ നബിയാ? മടവൂരാണെങ്കിൽ ഇല പറിച്ചിട്ട് പൊന്നുണ്ടാക്കുന്ന ടീമാണ്. പറക്കുന്ന വിമാനത്തെ പിടിച്ചിട്ട് റൺവേയിലേക്ക് ഇറക്കുന്ന ടീമാണ്. അല്ലെങ്കിൽ ഒരു മുരീദിന്റെ ഭാര്യ 4 എണ്ണം പ്രസവിച്ചു. ഈ കഥ പറഞ്ഞ സമയം എന്നാലും പെട്ടെന്ന് പറഞ്ഞു പോവാം. 4 എണ്ണം പ്രസവിച്ചു, 4ഉം പെണ്ണ്, 5ാമത് ഗർഭിണിയായി. ഇയാൾക്ക് ടെൻഷൻ, ഇതും പെണ്ണായി പോവോ? പെണ്ണായാലും എന്താ പ്രശ്നം? പെണ്ണനുഗ്രഹമല്ലേ? ബനാത്ത്, പെൺമക്കൾ ഇഹ്സാനാണ്. അള്ളാഹു നമുക്ക് ദുനിയാവിലേക്കും ആഖിറത്തിലേക്കും തരുന്ന മുത്താണ് പെൺമക്കൾ. പെൺമക്കളുള്ളവർ അള്ളാഹുവിനെ സ്തുതിക്കണം. അവർ നാളെ നരകത്തിന്റെ മറയാണ്. അപ്പൊ ഈ മുരീദിന് പറ്റൂല. മുരീദിന് 5ാമത്തെ എങ്ങനെങ്കിലും ആണായിട്ട് കിട്ടണം. മേലെ ഒരു ശേഖിന്റെ അടുത്ത്, അപ്പൊ ആ ശേഖ് ഇങ്ങനെ നോക്കി എങ്ങോട്ടാ? ലൗഹുൽ മഹ്ഫൂദിൽ. അതൊക്കെ ആ പ്രത്യേകത. ലൗഹുൽ മഹ്ഫൂദിൽ നോക്കുമ്പോക്ക് ഇന്നവന്റെ ഭാര്യന്റെ 5ാമത്തെ ഗർഭവും പെണ്ണ് തന്നെ, അത് എഴുതിയിട്ടുണ്ട്. അത് ഇയാൾ കണ്ടിട്ട് പറഞ്ഞു, ഇതെന്റെ ഡിപ്പാർട്ട്മെന്റ് അല്ല, ഇതിന്റെ ഡിപ്പാർട്ട്മെന്റ് മടവൂരാണ്. ഏതിന്റെ? ലൗഹുൽ മഹ്ഫൂദ് എഴുതിയത് തിരുത്താനുള്ള ഡിപ്പാർട്ട്മെന്റ്. ആ പവർ എന്തേ ഉള്ളൂ? മടവൂരിനെ ഉള്ളൂ. ചങ്ങായി മടവൂരിനടുത്ത് പോയി. മടവൂർ നോക്കിയിട്ട് പറഞ്ഞു, പേടിക്കണ്ട, ആണ് തന്നെ. അങ്ങനെ ഓള് പറ്റു. വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ പോലെ ഡും ഓള് പറ്റു. പോയി നോക്കുമ്പോ കാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ലൗഹുൽ മഹ്ഫൂദിൽ പെണ്ണായി തീരുമാനിച്ച കുഞ്ഞിനെ ആണാക്കി മാറ്റാൻ അത്രയും കഴിവുണ്ട്. ആർക്ക്? ഈ മരിച്ചുപോയ മടവൂരിന്. ഇതാണോ മിമ്പർമെന്ന് പറഞ്ഞു കൊടുക്കേണ്ട കഥ? ഇതാണോ മുസ്ലിം ഉമ്മത്തിന്റെ മെഹ്റാബിന്റെ ഉള്ളിൽ നിന്ന് കേൾക്കാനുള്ള കഥ? അതിനാണോ സൂറത്ത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ താരീഖ് ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായി നമുക്ക് കേൾപ്പിച്ചെന്നത്? പക്ഷെ അത് പറഞ്ഞ ആൾക്കാർക്ക് അള്ളാഹിനെ മനസ്സിലാവും. അള്ളാഹുവിനെ മനസ്സിലാവാതിരിക്കലാണ് പുരോഹിതവർഗത്തിന്റെ ലക്ഷ്യം. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കഴിവല്ലാത് വടി താഴിട്ടപ്പോ പാമ്പാ വരുന്ന്. തിരിഞ്ഞു നോക്കാതെ മൂസ ഇതാ ഓടലായി. ഉടമസ്ഥന റബ്ബ് വിളിക്കുന്നു, യാ മൂസ അഖ്ബിൽ വലാ തഖഫ്, പേടിക്കണ്ട, മുന്നോട്ട് വാ. ഖുദ്ഹാ, പാമ്പിനെ പിടിക്കു മൂസ. അള്ളാന്റെ കൽപ്പന കിട്ടേണ്ട താമസം പാമ്പിനെ മൂസ നബി പിടിക്കുന്നു. ആ പാമ്പ് വടിയായി രൂപം പ്രാപിക്കുന്നു. മൂസ നബി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അള്ളാഹു പറഞ്ഞു, മൂസ, ഇതാണ് ഞാൻ, ഇതാണ് നിന്റെ റബ്ബായ അള്ളാഹു.
ഒരു സാധനം നിനക്ക് ഉപകാരപ്രദമാവണോ ഉപദ്രവകാരിയാവണോ എന്ന് തീരുമാനിക്കേണ്ടവൻ അല്ലാഹുവാണ്. സാധനം നീ ഉപയോഗിച്ചോ, പക്ഷെ എൻ്റെ ഖൽബിൻ്റെ ആശ്രയം അതിൻ്റെ മാലിക്കായ എൻ്റെ അടുത്തായിരിക്കണം. ഇതാണ് തൗഹീദ്. രോഗം വന്നാൽ ഡോക്ടറെ കാണണം, രോഗിയായ ഡോക്ടറെ കാണണം, മരുന്ന് കുടിക്കണം. പക്ഷെ മരുന്ന് ശരീരം കുടിക്കുമ്പോഴും അതിൻ്റെ ഉള്ളിലുള്ള ഖൽബ് മാലിക്കായ അള്ളാഹുവിലായിരിക്കണം. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം വല്ലാത്തൊരു ഇൽമാണ് പഠിച്ചത്. റബ്ബിനെ മനസ്സിലായി, താഴോട്ട് വന്നു. കാലം കുറച്ച് കഴിഞ്ഞു, ദഅവത്ത് ചെയ്യാൻ തുടങ്ങി. അവസാനം ഫിർഔന്റെയും ആൾക്കാരുടെയും അക്രമം വളരെ കൂടുതലായി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, മൂസ നിന്റെ ആൾക്കാരെയും കൊണ്ട് രാത്രി നീ നാട് വിട്ടോളെ. കൽപ്പന വന്നു. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബനൂ ഇസ്രായേലിനെയും കൂട്ടി രാത്രിയിൽ നാട് വിട്ടു. നേരം വെളുത്ത് നോക്കുമ്പോ മുമ്പിൽ കടല്, പിറകിലാണെങ്കിൽ ഫിർഔനും പട്ടാളക്കാരും വരുന്ന ഗംഭീര ശബ്ദം. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെയുള്ള ആളുകൾ മൂസ നബിയെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. കഥ അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്. فلما تراءى الجمعان قال أصحاب موسى إنا لمدركون. ഇരു വിഭാഗവും പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ മുമ്പിൽ കടലാണ്, ബാക്കിൽ ഫിർഔനും പട്ടാളക്കാരും. ഖാല അസ്ഹാബു മൂസ, മൂസ നബിയുടെ ആളുകൾ പറഞ്ഞു, ഏ മൂസ ഇന്നാ ലമുദ്റകൂൻ, നമ്മളിതാ പിടിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെയാണ് നമ്മൾ രണ്ടിനെയും വേർതിരിക്കേണ്ടത് കേട്ടോ. നമ്മളെന്താ പറയാ, നമ്മൾ ഇൻഷാ അല്ലാഹ് മരിക്കുന്നവരങ്ങനെ പറയൂല. മൂലാമൻ എന്താ പറയാ, എന്തിനു പോയി പേടിക്കുന്നു, നീ ആരാ, നീ ഇന്ന തങ്ങളെ മുരീദല്ലേ, നീ ഇന്ന ജാറ കമ്മിറ്റിയിലെ മെമ്പറല്ലേ, നിന്റെ പോക്കറ്റിൽ ആ തകിടില്ലേ, നിന്റെ കൈമേൽ ആ ഉറുക്കില്ലേ, ആ നൂലില്ലേ, അല്ലെങ്കിൽ വേണ്ട നിന്റെ ഫോണിൽ മറ്റേ തങ്ങളെ നമ്പർ ഇല്ല, അതുവരെ പറയൂ. പിന്നെ നീ എന്തിനായി പേടിക്കുന്നത്? ഇവരുടെ കൂടെയുള്ള ആരെന്നറിയോ? കലീമുല്ലാഹി മൂസ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് നേർക്കുനേരെ ഭൂമിയിൽ വെച്ച് സംസാരിച്ച മൂസ ഇബ്നു ഇമ്രാൻ അലൈഹി സ്വലാത്തു വസ്സലാം. ഒരു നബിയും റസൂലും, തൗറാത്ത് കിട്ടിയ റസൂലാ കൂടെയുള്ളത്. ഈ കൗമാണെങ്കിൽ പ്രശ്നത്തിൽപ്പെട്ടിരിക്കുകയാണ്, പ്രതിസന്ധി ഘട്ടത്തിലാണ്. കൂടെയുള്ള റസൂലിനോടാ പറയുന്നത്, മൂസാ പിടിക്കപ്പെട്ടു, മൂസ നിന്റെ കൂടെ അവിടെയുള്ളപ്പോഴും പ്രശ്നം തീർക്കാന്ന് പറഞ്ഞു കൊണ്ടുവന്നിട്ട് ഇവിടെയും പ്രശ്നം. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൈമിൽ വടിയുണ്ട്. ഏത് വടി? അന്ന് മണന്റെ മുകളിൽ അല്ലാഹു അത്ഭുതം കാണിച്ച വടി. പക്ഷേ ആ സമയത്ത് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ കൂടെയുള്ള ആൾക്കാർക്ക് തൗഹീദ് പഠിപ്പിച്ചു കൊടുത്തു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ചു കൊടുത്തു. എന്നെ എന്തിനാ അല്ലാഹു നിങ്ങൾക്കിടയിലേക്ക് അയച്ചെന്നറിയോ? അത് ഞാനിപ്പോ കാണിച്ചു തരാം. എന്റെ അടിമ മൂസ പറഞ്ഞു, നബിയേ കല്ലാ, ഒരിക്കലും നമ്മൾ പിടിക്കപ്പെടുകയില്ല, ഒരിക്കലും നമ്മൾ ഫിർഔനെ അപായപ്പെടുത്തുകയില്ല. ഇന്ന മഅയ റബ്ബീ സയഹ്ദീൻ, കാരണം എന്റെ കൂടെ മഹാത്ഭുതം ഉണ്ടാക്കപ്പെട്ട വടിയുണ്ട് എന്നല്ല, ഇന്ന മഅയ റബ്ബീ, എന്നോടൊപ്പം എന്റെ റബ്ബുണ്ട്, സയഹ്ദീൻ, അവൻ എനിക്കൊരു വഴി കാണിച്ചു തരും. ഇങ്ങനെ വരണമെന്നാ സലഫികൾ ഈ പറയുന്നത്. ഇതിലെന്താ തെറ്റ്? ജാറം വഴി കാണിക്കുന്നല്ല വരണ്ട, ഉലിയ ഉപ്പാപ്പ വഴി കാണിക്കുന്നില്ല, മാമുക്കായ ഉപ്പാപ്പ വഴി കാണിക്കുന്നല്ല. ഇന്ന മഅയ റബ്ബീ, എന്റെ റബ്ബുണ്ട്. ആ വിശ്വാസത്തിലേക്ക് ആളുകൾ വരിക, പ്രശ്നം പരിഹരിക്കപ്പെട്ടു. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്ത പോലെ അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ആ മുഅ്ജിസത്തായി നൽകപ്പെട്ട വടിയെ ഉപയോഗിക്കാതെ അത് കൊടുത്ത മാലിക്കായ അള്ളാഹുവിൽ ഇഅ്തിമാദ് ചെയ്ത് ആശ്രയിച്ച് എനിക്ക് എൻ്റെ അല്ലാഹ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹ്ക്ക് അത് ഇഷ്ടമായി. കാരണം ലക്ഷ്യം പൂർത്തിയായി, സൃഷ്ടിപ്പിന്റെ ദൗത്യത്തിന്റെ ലക്ഷ്യം പൂർത്തിയായി. മൂസ ഇത് പറയേണ്ട താമസം നാം ഇതാ വഹി അറിയിച്ചു, ജിബ്രീൽ വന്നു. ഏ മൂസ പ്രവാചക, അല്ലാഹു പറയുന്നുണ്ട്, കൈമനുള്ള വടി കൊണ്ടൊന്ന് സമുദ്രത്തിൽ അടിച്ചേക്കുക. കൽപ്പന കിട്ടേണ്ട താമസം മൂസലിന് പിന്നൊന്നും ചിന്തിക്കുന്നില്ല. കൈമനുള്ള വടി കൊണ്ട് സമുദ്രത്തിലേക്ക് അടിക്കുന്നു. ഫൻഫലഖ
സമുദ്രവിതാ വിണ്ടുകീറാൻ തുടങ്ങി. ഫകാന കുല്ലു ഫിർഖിൻ കത്തൗദിൽ അദീം, ഇടയിൽ വലിയ വെള്ളത്തിന്റെ മതിലുകൾ സൃഷ്ടിച്ചുകൊണ്ട് 12 ഗോത്രങ്ങൾക്ക് സഞ്ചരിക്കുവാൻ 12 വഴികൾ കടലിൽ രൂപപ്പെട്ടു വരുന്നു. ഇതാരുണ്ടാക്കിയതാ? ഇന്ന മഅയ റബ്ബി എന്ന മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തൗഹീദിന്റെ വർത്താനം പറഞ്ഞപ്പം റബ്ബുൽ ഇസ്സത്ത് കാണിച്ചു കൊടുത്തു, അതെ ഞാനാണ് മാലിക്, ഞാൻ പറയും പോലെ സംഭവിക്കുള്ളൂ. ഇതാണ് നമ്മൾ അള്ളാഹിനെ മാത്രം വിളിക്കാനുള്ള അള്ളാഹുവിന്റെ രണ്ടാമത്തെ അർഹത. നിങ്ങൾ ഖുർആൻ പരിശോധിച്ച് നോക്കിക്കോളി, ഇഷ്ടം പോലെ കിട്ടും. ഏതെങ്കിലും കഥയിലേക്കൊന്നും പോകണ്ട, ഖുർആൻ നോക്കിയാൽ മതി, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ നോക്കിയാൽ മതി. മാലിക് ഒന്ന് ഖാലിഖാണവൻ, ഈ തരത്തിൽ ഉടമസ്ഥാവകാശമുള്ള ആരുണ്ട് അല്ലാഹു അല്ലാത്തവൻ? നിങ്ങൾ ആരെയും വിളിച്ചോ, എവിടെ പോയിട്ട് തേടിക്കോ, പക്ഷേ മിൽക്കിയത്ത് ഇങ്ങനെ അവകാശപ്പെടാൻ ആരുണ്ട്? അള്ളാഹു പറഞ്ഞു, ലാ യംലികൂന മൗതൻ വലാ ഹയാതൻ വലാ നുശൂറ, അവരുടെ ജന്മം അവരുടെ മരണം അവരിനി അള്ളാഹിന്റെ കോടതിയിലേക്ക് വരുന്ന ദിവസം അതുവരെ അവരുടെ മിൽക്കിയത്തിലല്ല. പിന്നെ എന്താ നിങ്ങൾ പോയിട്ട് ചോദിക്കുന്നത്? ഈ ഔലിയാക്കളൊക്കെ ജനിച്ചത് അവരുടെ ഇഷ്ടപ്രകാര? അങ്ങനെ കഥയുണ്ട്. മൊയ്തീശയൊക്കെ ജനിക്കാൻ വേണ്ടിയിട്ട്, മൊയ്തീശയൊക്കെ റിഫായി ആരാന്നറിയില്ല, ഉമ്മ പ്രസവിക്കാനായി 10 മാസം പൂർത്തിയായി, ലാസ്റ്റ് ടൈം എത്തി, ഇത് പുറത്തേക്ക് വരുന്നില്ല. ഉമ്മയാണെങ്കിൽ വേദന കൊണ്ട് പൊളയുന്നു. കഥയാണ്, ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ സത്യമൊന്നും വിചാരിച്ചു പോണ്ട, വെറും കഥ. ഉമ്മ വേദന കൊണ്ട് പൊളയുന്നു, ഇതാണെങ്കിൽ പുറത്തേക്ക് വരുന്നില്ല, എന്തോ ഒരു വാശി. എന്തിപ്പാ വാശി, എന്ത് പോയിക്കൂടെ? അപ്പൊ പറയാ, ഇല്ല, ദുനിയാവിലേക്ക് ഞാൻ എത്തിക്കഴിഞ്ഞാൽ എൻ്റെ മുരീദായിട്ട് ആരൊക്കെ വരുമോ അവർക്കൊക്കെ സ്വർഗം തരാമെന്ന് എനിക്ക് വാദ ചെയ്യണം, എന്നാണ് ഞാൻ പുറത്തേക്ക് പോകും. ഉമ്മാന്റെ ഗർഭാശയത്തിൻ്റെ ഉള്ളിൽ നിന്ന് അള്ളാഹിനോട് സമരം. ഇതെന്തൊരു കഥയാ പ്രിയപ്പെട്ടവരെ. എന്തിനാ പരിശുദ്ധ ഖുർആൻ 6000 ചില്ലാനം ആയത്തുകൾ? എന്തിനാ 25ഓളം അംബിയാ മുർസലീങ്ങളുടെയും അല്ലാത്തവരുടെയും ചരിത്രങ്ങൾ? ഈ റിഫായി ഷേഖ് ഉമ്മാന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാണ്ട് വാശി പിടിച്ച കഥ പറഞ്ഞു കൊടുക്കാനാ ഉമ്മത്തിന്? ചെറുപ്പക്കാരെ, നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി? മംഗലാപുരത്തിന്റെ ചെറുപ്പക്കാരെ, യുവത്വമേ, നിങ്ങൾക്ക് എന്താ സംഭവിച്ചത്? ആരാ നിങ്ങളെ ജാറത്തിലും ദർഗയിലും തളച്ചിട്ടത്? ജാറങ്ങളിലും ദർഗയിലും ഉറൂസിലും സ്വലാത്തുകൾക്കയിലും ചെന്ന് ഇവരൊക്കെ നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി തരുമെന്ന അന്ധവിശ്വാസം പേറുന്ന തരത്തിൽ നിങ്ങൾ ഇത്രയും മതപ്പൊളിച്ചു പോയത്. നിങ്ങൾക്ക് ഇത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ട്, നിങ്ങൾക്ക് ഇത്ര പഠിപ്പുണ്ടായിട്ട്, നിങ്ങൾക്ക് ഇത്ര ബുദ്ധി നല്ല ചിന്തയുണ്ടായിട്ട്, ആരാ നിങ്ങളെ ചതിച്ചത്? ഖുർആൻ പറയുന്ന കഥയിലേക്ക് വാ, മൗലവിമാര് പറയുന്ന പൊട്ടക്കഥയിലേക്ക് പോവല്ല. സത്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. അള്ളാഹു പറയാൻ അവർക്ക് അവരെ തന്നെ ഉടമസ്ഥപ്പെടുത്താൻ പറ്റൂല, പിന്നെ നിങ്ങളെ കാര്യം ഏറ്റെടുക്കാൻ പോകുന്നു. ശരി, മൂന്നാമത്തെ അള്ളാഹുവിന്റെ അർഹത എന്താ അറിയോ? അവൻ റാസിഖാൻ. എന്തുകൊണ്ടാണ് അള്ളാഹിനെ മാത്രം വിളിക്കണം എന്ന് പറയുന്നത്? അവൻ റാസിഖായതുകൊണ്ട്. കാണിച്ചതാ അള്ളാഹു ചോദിക്കാൻ പരിശുദ്ധ ഖുർആനിൽ, അള്ളാഹു വല്ലാത്തൊരു റാസിഖ്. ഈ മനുഷ്യന്മാർക്ക് മാത്രമേ റിസ്ക് ആവശ്യമുള്ളൂ? മനുഷ്യന്മാർക്ക് മാത്രമേ വായുവും വെള്ളവും ഭക്ഷണവും ആവശ്യമുള്ളൂ? ഈ ഭൂമിയിൽ മഹാപ്രപഞ്ചത്തിൽ മനുഷ്യന്മാർ ഇതുവരെ കാണാത്ത എത്ര ജീവികളുണ്ട്? ശാസ്ത്രം ഇന്നുവരെ കണ്ടുപിടിക്കാത്ത എന്നാൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്ന കൊറോണന്റെ വൈറസിന് ആരെങ്കിലും കണ്ടിനാ? എല്ലാവരും മുഖമുത്തി നമ്മൾ ജീവിച്ചില്ലേ ദുനിയാവില്? അങ്ങനെ എന്തൊക്കെ ഈ ദുനിയാവിലുണ്ട്? കടലിലുണ്ട്. കടലിന്റെ ഒരു പരിധി വരെയല്ലേ മനസ്സിലായിട്ടുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് അറിയുന്നവൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാത്രമല്ലേ? ആ ബഹറിന്റെ ഉടമസ്ഥൻ, ബഹറിന്റെ സൃഷ്ടാവായവൻ, അതിന്റെ ആഴങ്ങളുടെ ഇരുട്ടുകളിൽ അള്ളാഹു പറഞ്ഞ വാക്കെന്താ അറിയോ? നിങ്ങളുടെ സ്വന്തം കൈ കണ്ണിന്റെ മുന്നിൽ കൊണ്ടുവന്നു വെച്ചാൽ പോലും നിങ്ങൾക്ക് കാണാൻ സാധിക്കാത്ത ഇരുട്ടിന്റെ അറ, ആഴങ്ങളിലുള്ള മത്സ്യങ്ങൾക്കും ജീവികൾക്കും റിസ്ക് ആവശ്യമില്ലേ? കാടുകളിൽ, മരുഭൂമികളിൽ, മണൽപ്പരപ്പുകളിൽ എത്ര ജീവികളുണ്ട്? അതിനെല്ലാം തിന്നാൻ കുടിക്കാനും കിട്ടണ്ട. ഈ മനുഷ്യന്മാർക്ക് മാത്രം മതിയോ? ദർഗയിൽ പോകുന്ന ആൾക്കാർക്ക് മാത്രം മതിയോ? ഈ പറയപ്പെട്ട മഖ്ലൂഖാത്തുകൾക്കെല്ലാം കൊടുക്കുന്നവൻ ആരാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ്ഖ തവക്കുലി, നിങ്ങൾ അല്ലാഹുവിനെ ഭരമേൽപ്പിക്കേണ്ട പോലെ ഭരമേൽപ്പിച്ചാൽ ലറസഖക്കും കമാ യർസുഖു തൈർ, പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കും പോലെ അവൻ നിങ്ങൾക്ക് തരും. തഗ്ദു ഖിമാസ, ഒട്ടിയ വയറുമായിട്ടാ പുറത്തേക്ക് പോകുന്നത്. വതറൂഹു ബിതാന, വയറും നിറച്ചിട്ട കൂട്ടിലേക്ക് വൈകുന്നേരം മടങ്ങി വരുന്നത്. കൊടുത്തതാരാണ്?
ഈ പറയപ്പെട്ട ജാരങ്ങളും ദർഗയോ ഔലിയപ്പാപ്പോ ആണെങ്കിൽ അവർക്കൊന്നും കിട്ടൂല. അവരൊക്കെ വരുന്നുണ്ട് ജാരത്തിൽ. കാക്കയും പൂച്ചയും പരിന്തെല്ലാം ഈ ജാരത്തിൽ വന്നിട്ട് ഉപ്പാപ്പ എനിക്ക് ചോറുമാണെന്ന് പറയുന്നില്ല. അതിനൊക്കെ റിസ്ക് കൊടുക്കുന്നവൻ ആര്? അല്ലാഹു റബ്ബുൽ ഇസ്സ. ഖുറൈശികളുടെ പോലും വിശ്വാസം അങ്ങനെയാണ്. നബിയെ, നിങ്ങൾ ചോദിച്ചു നോക്കിയ അവനോട്, ആരാ നിങ്ങൾക്ക് ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും ഭക്ഷണം തരുന്നത് എന്ന്? അവർ പറയും അല്ലാഹു ആണ് തരുന്നത്. അത് അല്ലാഹുവിന്റെ അർഹതയാണ്. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് ഉദാഹരണം കാണാം. പെട്ടെന്നൊന്ന് ചുരുക്കി പറയാം. അല്ലാഹു ചോദിക്കുന്നുണ്ട് സൂറത്തുൽ വാഖിഅ, നമുക്കെല്ലാം അറിയാവുന്ന സൂറത്താണ്. അഫറഅയ്തും മാ തഹ്റുസൂൻ, നിങ്ങൾ കൃഷി ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളെ കൃഷിയുണ്ടല്ലോ, അൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ, നിങ്ങളാണോ ആ കൃഷിയെ വിളവെടുക്കുന്നത്, മുളപ്പിക്കുന്നത്? അതല്ല, നാമാണോ മുളപ്പിക്കുന്നത്? നിങ്ങൾ എന്താ വിചാരിച്ചേ നിങ്ങളെ ജാറാണെന്നോ? നിങ്ങളെ തങ്ങളുപ്പാപ്പ ഊതിത്തന്ന വെള്ളമോ അല്ലെങ്കിൽ വെണ്ണൂറോ കൊണ്ടുപോയിട്ട് ഇട്ടപ്പോഴാണ് തേങ്ങ പിടിച്ചത്, അല്ലെങ്കിൽ കുരുമുളക് ഉണ്ടായത്? അതാ നിങ്ങളെ വിശ്വാസം? അൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ. അല്ലാഹുവിന്റെ ചോദ്യം, ആരാ നിങ്ങൾക്ക് തന്നത്? അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ പറ്റി നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, മേഘപ്പാളികൾക്കിടയിൽ നിന്നും ആ വെള്ളത്തെ ഇറക്കി തന്നത് നാമാണോ അതല്ല നിങ്ങളാണോ? നിങ്ങൾ എനിക്ക് പുറമെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണോ? അള്ളാഹിന്റെ ചോദ്യമാണ്. അതെ, ഖാലിഖായ, മാലിഖായ, റാസിഖായ, മുദബ്ബിറായ, യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർദ് പറഞ്ഞ ഒരുപാട് നേരം പോകും പ്രിയപ്പെട്ടവരെ. അല്ലാഹു മുദബ്ബിറാൻ, ആകാശങ്ങളെ, ഭൂമിയെ, ജീവജാലങ്ങളെ സർവ്വതിനെയും നിയന്ത്രിക്കുന്നവൻ. നമ്മുടെ വീട്ടിലുള്ള കോഴിയില്ലേ, തള്ളക്കോഴി, ഒരു 10-15 കോഴിക്കുഞ്ഞുങ്ങളുണ്ട്. നമ്മൾ ഉമ്മറത്തിരിക്കും ഇങ്ങനെ നോക്കുന്നുണ്ട്, തള്ളക്കോഴിയും വരുന്നുണ്ട്, കോഴിക്കുഞ്ഞുങ്ങളും വരുന്നുണ്ട്. ഒരു പരുന്ത് പറന്നു വരുന്നത് തള്ളക്കോഴി കണ്ടു. ആ കള്ളക്കോഴി എന്തോ പ്രത്യേകം ഒരു ശബ്ദമുണ്ടാക്കി. കുഞ്ഞുങ്ങളൊക്കെ വന്ന് അതിന്റെ ചിറകിന്റെ ഉള്ളിലേക്ക് ഒതുങ്ങിക്കൂടി. ആരും പിന്നെ കാണുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ പുറത്തേക്ക് വന്നു, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് ചെതറിപ്പോയി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തള്ളക്കോഴി പിന്നെ ഒരു സൗണ്ട് ഉണ്ടാക്കി. എല്ലാം കൂടി ഓടി വന്നിട്ട് കൊത്തി തിന്നാൻ തുടങ്ങി. എൻ്റെ ഉമ്മ ആദ്യം വിളിച്ചത് ഇതാ ശത്രു മുകളിലുണ്ട് പിടിക്കണ്ട എന്നാണെന്ന് ആ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലായത്? രണ്ടാമത് വിളിച്ചപ്പം ഭക്ഷണത്തിനാ വിളിച്ചത് എന്ന് ആ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ബോധ്യപ്പെട്ടത് എങ്ങനെയാ? മുദബ്ബിർ, ഉടമസ്ഥനായ അല്ലാഹു അവന്റെ സൃഷ്ടികൾക്ക് അല്ലദീ ഖലഖ ഫസവ്വ, സൃഷ്ടിക്കൽ മാത്രമല്ല, ആ സൃഷ്ടിച്ച വസ്തുക്കളെ നിയന്ത്രിക്കുന്നവനും കൈകാര്യം ചെയ്യുന്നവനും ആ അല്ലാഹു മാത്രമാണ്. അതെ, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ ചോദ്യം ഇതാണ്. ഇതൊക്കെയാണ് അള്ളാഹു. അതുകൊണ്ടാണ് അള്ളാഹു നിങ്ങളുടെ റബ്ബായത്. ആ റബ്ബിനു മാത്രമേ നിങ്ങൾ ഇബാദത്ത് ചെയ്യാവൂ. അതുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു കൊടുത്തത്, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോളിൻ, വിജയിക്കാം. എല്ലാത്തിനും 2 റുക്കിനുകൾ ശ്രദ്ധിച്ചു കൊണ്ടുവേണം പറയാൻ. ഒന്ന്, മനസ്സിൽ നിന്ന് അല്ലാഹു അല്ലാത്ത എല്ലാത്തിനെയും എടുത്ത് പുറത്ത് കളയണം. 2, ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ മാത്രം മനസ്സ് കൊണ്ടുവരണം. എന്നിട്ട് പറയണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏതെങ്കിലും ദർഗന്റെ ചുറ്റും പന്തലും കെട്ടി ഒരു 15-25 ആട്ടിനെ അറുത്ത് നെയ്ച്ചോറും ബിരിയാണിയും വെച്ച് നാട്ടിലുള്ള ആൾക്കാരെ മൊത്തം വിളിച്ചുകൂട്ടി, ഇതാ ഈ കിടക്കുന്ന ആളാരെന്നറിയോ, അങ്ങനാക്കും ഇങ്ങനാക്കും എന്ന് 2 മണിക്കൂർ പ്രസംഗിച്ചിട്ട് പറഞ്ഞു അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. 1,00,000 മോദി. എന്തിന്? കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ, ഏടുകൾ ചുമക്കുന്ന കഴുതകൾ. ഈ പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താ അറിയോ? ലാ ഇലാഹ, ദാ ആ കാണുന്നത് ദർഗ ഒന്നിനും കൊള്ളൂലേ, അതിനൊന്നും പറ്റൂല കേട്ടോ, അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഇടപാടും നടത്തൂല. ഇല്ലല്ലാഹ്, അല്ലാഹു അല്ല. അതായി ചെല്ലുന്നത്. അതിന് 2 മണിക്കൂർ മുമ്പ് പ്രസംഗിച്ചതോ അതിനുള്ളിൽ കിടക്കുന്നോ പലതും നടത്തുന്നുള്ള കഥയും. പിന്നെന്തിനാ ഈ പറയുന്നത്? പിന്നെന്താ ഈ ദിക്ർ ഹൽക്കന്റെ ലക്ഷ്യം? പിന്നെന്താ ഈ കലിമത്തിന്റെ മാല, കലിമയുമായിട്ടുള്ള ഉമ്മത്തിന്റെ ബന്ധം, മെഹ്റാബിന്റെ മിമ്പറിന്റെ ബന്ധം? എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു വ്യക്തമായി പറഞ്ഞു, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫൽയസ്തജീബൂ ലി വൽയുമിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. ക്ലിയറാണ് നബിയേ, എന്റെ ഉമ്മത്തിനോട് നിങ്ങൾ അങ്ങ് പറഞ്ഞു കൊടുക്കി. എന്താ പറയേണ്ടതെന്നറിയോ?
എന്നെപ്പറ്റി എന്നോട് ചോദിക്കും എൻ്റെ അടിമകൾ, എന്നെപ്പറ്റി അള്ളാഹുവിനെ പറ്റി എൻ്റെ അടിയാറുകൾ അങ്ങയോട് ചോദിക്കും. എന്ത് പറയണം? നമ്മുടെ നാട്ടിലെ മൂലാമ്മമാരോടൊക്കെ എന്താ അറിയോ, നമ്മുടെ CM ഉണ്ടല്ലോ പിണറായി വിജയൻ സാറ്, ആ സാറിനെ നമുക്ക് പെട്ടെന്ന് പോയാൽ കാണാൻ പറ്റുമോ? അയാളെ PN കാണണ്ടേ, MP MLA കാണണ്ടേ, മെമ്പറെ കാണണ്ടേ? നബിയെ, നിങ്ങൾ അങ്ങനെ പറഞ്ഞു കൊടുക്കല്ല എൻ്റെ അടിമകളോട്. ഞാൻ അവരെ സൃഷ്ടിച്ചവനാണ്, ഞാൻ അവൻ്റെ ഉള്ളും പുറവും അറിയുന്നവനാണ്, രഹസ്യ പരസ്യങ്ങളൊക്കെ അറിയുന്ന ആളാണ് ഞാൻ, ഓനെ നിയന്ത്രിക്കുന്ന ഞാനാണ്. എൻ്റെ അറിവിൻ്റെ വലയത്തിൻ്റെ ഉള്ളിൽ ആ അടിമന്റെ ജീവിതം ഓരോ കാൽ ചുവട്ടടിയും എൻ്റെ അറിവോടെയാണ്, എൻ്റെ തീരുമാനപ്രകാരമാണ്, എൻ്റെ നിർദ്ദേശപ്രകാരമാണ്. അവിടെ നബിയെ എന്നെ പറ്റി ചോദിച്ചാൽ പറയേണ്ട എന്താ അറിയോ? ഫഇന്നി ഖരീബ്, ഞാൻ അടുത്തന്നെ ഉണ്ട് എന്ന് പറ. ഞാൻ നിന്റെ അടുത്തന്നെ ഉണ്ട്, നീ എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറ. എന്നോട് പറഞ്ഞാൽ ആ പറയുന്നവന് ഉത്തരം കൊടുക്കുന്നവനാണ് ഞാൻ എന്ന് അള്ളാഹു പറയുമ്പോൾ, അല്ലല്ല ഇവര് വേണം എന്ന് പറയാൻ നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്തുദ്ദേശിച്ച അങ്ങനെ പറയുന്നത്? അള്ളാഹു പറയാ അടിമനോട്, എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കാൻ പറയണമേ, ഞാൻ ഉത്തരം കേൾക്കുന്നവനാണ്. ചോദ്യം ഉത്തരം കൊടുക്കുന്നവനാണ്. എന്റെ മുമ്പിലേക്ക് കൈനീട്ടുന്ന അടിമയുടെ കൈകളെ കാലിയായി തിരിച്ചുവിടുന്നത് ലജ്ജിക്കുന്നവനാണ് ഞാൻ. പറഞ്ഞോൾക്ക് നബിയെ എന്നോട് ചോദിക്കാൻ. അതാണ് പ്രിയപ്പെട്ടവരെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇപ്പൊ ഇങ്ങുന്ന് അങ്ങോട്ടുള്ളത് അള്ളാഹുവിന് മാത്രം, അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് അള്ളാഹുവിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കുക. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതൊരുത്തിന് പൂർത്തിയായാൽ ഒരു പറയുന്ന പേരാണ് മുസ്ലിം. അവനാണ് ജീവിതത്തിന്റെ ലക്ഷ്യം പൂർത്തിയാക്കിയവൻ. ഇനി അതെല്ലാം ഇതിനെതിരായാൽ, നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചു വിശദമായിട്ട്, എന്ന് പറഞ്ഞാൽ ശിർക്ക് ചെയ്താൽ എന്താ ശിർക്ക് എന്ന് പറഞ്ഞാൽ? സിമ്പിളായിട്ട് പറയാം, തസ്വിയത്തു ഗൈരില്ലാഹി ബില്ലാഹി ഫീമാ ഹുവ മിൻ ഖസായിസില്ലാഹ്. അതാണ് ശിർക്ക്. തസ്വിയത്ത് എന്ന് പറഞ്ഞാൽ സമമാക്കുക, ഒരേപോലെയാക്കുക. ഗൈരില്ല, അല്ലാഹു അല്ലാത്ത ഒന്നിനെ, അത് വ്യക്തിയാവാം, വസ്തുവാവാം, ശക്തിയാവാം, ആരും ആവാം, അല്ലാഹു അല്ലാത്തതിനെ സമമാക്കുക. ബില്ലാഹി, അല്ലാഹുവിനോട്. ഫീമ, ഒരു കാര്യത്തിൽ. ഏതാണ് ആ കാര്യം? ഹുവ മിൻ ഖസായിസില്ലാഹ്, അത് അള്ളാഹിന്റെ മാത്രം പ്രത്യേകതകളിൽ പെട്ടതാണ്. അങ്ങനത്തെ കാര്യത്തിൽ, അള്ളാഹ്ക്ക് മാത്രമുള്ള കാര്യത്തിൽ അള്ളാഹു അല്ലാത്തതിനെ സമമാക്കുന്നതിന്റെ പേരാണ് ശിർക്ക്. ഉദാഹരണം പറയാം. ബസിർ ഫുആദി സിറാതൻ അൻത സാലികുഹു വല്ലാഹു അഅതാകഹു വഅൻത മാലികുഹു ونجني من لظى فيها مهالكه سلطان كل ولي محي الدين. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട്, എൻ്റെ ശബ്ദം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ചെറുപ്പക്കാരോട്, നിങ്ങളെ പള്ളിയിലെ ഇമാമിനെയും ഖത്തീബിനെയും ഖാദിനെയും ഒക്കെ വിളിച്ചിരുത്തണം. ജർഗൻ്റെ കമ്മിറ്റിക്കാരൊക്കെ വിളിച്ചിരുത്തിയിട്ട് ഈ പറഞ്ഞ പാട്ടിൻ്റെ അർത്ഥം ധൈര്യം ഉണ്ടെങ്കിൽ പറയാൻ പറയണം. ധൈര്യമുണ്ടെങ്കിൽ ഈ പറഞ്ഞ പാട്ടിൻ്റെ അർത്ഥം പറഞ്ഞ നേർക്ക് നേരെ പച്ച മലയാളം നിങ്ങളെ ഭാഷയിൽ പറഞ്ഞുതരൂല. എന്നാ ചോദിക്കാന്നറിയോ? നീ ഇന്നലെ അവിടെ പോയില്ലേ, എന്നിട്ട് ആ മുബതദീങ്ങളുടെ ആ പുത്തനാശയക്കാരുടെ ദജ്ജാലുകളുടെ പരിപാടിക്ക് നീയും പോയോടാ, നിന്റെ ഉപ്പാനെ ഞാനൊന്ന് കാണട്ടെ. ഇതായിരിക്കും കാതി പറയുക. എന്താ അർത്ഥം എന്നറിയോ? ബസിറു ഫുആദി സിറാതൻ അൻത സാലികുഹു, അങ്ങ് പ്രവേശിച്ച ഒരു വഴിയുണ്ടല്ലോ, ആ വഴി എൻ്റെ ഹൃദയത്തിൽ അങ്ങ് കാണിച്ചു തരണമേ. വല്ലാഹു അഅതാകഹു വഅൻത മാലികുഹു, അത് അല്ലാഹു നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളാണ് ഹിദായത്തിന്റെ ഉടമസ്ഥൻ, നിങ്ങളാണ് വഴി കാണിക്കേണ്ടവൻ. അതുകൊണ്ട് എനിക്കൊന്ന് വഴി കാണിച്ച് എന്നെ സിറാത്തുൽ മുസ്തഖീമിലേക്കാക്കണമേ. വനജ്ജിനി, എന്നെ രക്ഷപ്പെടുത്തുകയും ചെയ്യണമേ. മിൻ ലദാ, ലദാ എന്ന നരകത്തിൽ നിന്ന്, ഫീ മഹാലികുഹു, വലിയ വലിയ അപകടങ്ങൾക്ക് ഒളിഞ്ഞിരിക്കുന്ന നരകമാണിത്. സുൽത്താന കുല്ലി വലിയൻ, എല്ലാ ഉലിയാക്കളുടെയും സുൽത്താനായ മുഹയ്യിദ്ദീൻ ശൈഖ് അവറുകളെ. രണ്ട് കാര്യം ചോദിച്ചു, ഇത് രണ്ടും മിൻ ഖസായിസില്ലാഹ്. ഈ രണ്ട് ചോദ്യവും മിൻ ഖസായിസില്ലാഹ്, അള്ളാഹിന്റെ മാത്രം പരിധിയിൽപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഹിദായത്ത് കൊടുക്കൽ,
അള്ളാഹ് പറഞ്ഞതാണ്, അള്ളാഹ് ഉദ്ദേശിക്കുന്നവനെ അള്ളാഹുവാണ് ഹിദായത്തിലാക്കുന്നവൻ. ഈ നാട്ടുകാരെ മുഴുവനും അള്ളാഹു ഹിദായത്തിലാക്കട്ടെ. ഇതാണ് മൊയ്തീൻ ശൈഖിനോട് ചോദിച്ചത്. 2, നരകമോചനം അള്ളാഹ്ക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യം അത്. വല്ലദീന യഖൂലൂൻ, എൻ്റെ അടിമകൾ പറയും, റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം, ഏ അല്ലാഹ് നരകത്തിന്റെ ശിക്ഷയെ നമ്മുടെ തൊട്ട് നീ ഒഴിവാക്കി കളയണമേ. രണ്ടും അള്ളാഹു കൊടുക്കേണ്ടതാണ്. ഈ സാധനം മൊയ്തീൻ ശൈഖിനോട് ചോദിക്കുന്നതിൻ്റെ അർത്ഥം മൊയ്തീൻ ശൈഖിനെ അള്ളാഹുവിന് കഴിയുന്ന പോലെ കഴിയുന്നവനാണ് എന്ന സമമാക്കലാണ്. അത് ചോദിച്ചവൻ ശിർക്ക് ചെയ്തവനാണ്. ശിർക്ക് ചെയ്യുന്നവൻ്റെ പേര് മുശ്രിക്ക് എന്നാണ്. അഹ്ലുസുന്ന വൽ ജമാഅത്തിലോ ഇസ്ലാമിക് സൊസൈറ്റിയിലോ അയാൾക്ക് മെമ്പർഷിപ്പ് ഇല്ല. അയാളെ മുസ്ലിം എന്ന് വിളിക്കാൻ കഴിയൂല. കാരണം അല്ലാഹു കൊടുത്ത കരാറിനെ പൊളിച്ചു കളഞ്ഞവനാ. അല്ലാഹു എന്ന ഖാലിഖും മാലിക്കും മുദബ്ബിറുമായ രാജാതിരാജനോട്, മലിക്കുൽ ജബ്ബാറിനോട് 600 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച് കബറടക്കം ചെയ്യപ്പെട്ട ഒരു മനുഷ്യരെ സമമാക്കിയവനാ. അല്ലാഹുവിനെ ഇകഴ്ത്തിയവനാ. അവൻ ഇസ്ലാമിൽ സ്ഥാനമില്ല. നിസ്സാര സംഗതിയാ ശിർക്ക് എന്ന് പറഞ്ഞാൽ. നിസ്സാര സംഗതിയാ. ഇസ്ലാമിൽ നിന്ന് മെമ്പർഷിപ്പ് കട്ടാവും അത് വന്നുപോയാൽ. ഇനി ഞാൻ ചോദിച്ചോട്ടെ, ഈ പറങ്കിപ്പേട്ടയിലെ ജുമാഅത്ത് പള്ളിയിൽ നിന്നോ അല്ലെങ്കിൽ ദർഗയിൽ നിന്നോ ഒരുത്തൻ ഇത് പാടി മൊയ്തീൻ ശൈഖിനോട് ഇത് ചോദിക്കാൻ, മംഗലാപുരത്തുനിന്നും പാടുന്നുണ്ടാവും, കേരളത്തിൽ പാടുന്നുണ്ടാവും, തമിഴ്നാട്ടിൽ നിന്നും പാടുന്നുണ്ടാവും. ഈ പാടുന്നവരുടെ എല്ലാം ചോദ്യം ഒരേ സമയത്ത് മൊയ്തീൻ ശൈഖ് കേൾക്കോ ഇല്ലയോ? വ്യത്യസ്ത ഭാഷയാണ്, വ്യത്യസ്ത സമയമാണ്. ഇതൊക്കെ ഒരേ സമയത്ത് മൊയ്തീൻ ശൈഖ് കേൾക്കോ ഇല്ലയോ? കേൾക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ടല്ല ഇത് പാടുന്നത്. എങ്കിൽ അള്ളാഹുവിൻ്റെ കേൾവിയും മൊയ്തീൻ ശൈഖിന്റെ കേൾവിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അള്ളാഹുവിൻ്റെ കേൾവി അഹ്ലുസുന്ന വൽ ജമാഅ പഠിപ്പിച്ചു, അത് മഹ്ദൂദല്ല, അതിന് പരിധിയില്ല. അതായത് ഒരു പരിധി നിശ്ചയിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല. അതേസമയം മഖ്ലൂഖിന്റെ കേൾവിക്ക് പരിധിയുണ്ട്. എന്തിനാ നമ്മൾ ഈ സ്പീക്കറും മൈക്കും ഇത്രയും വാട്സപ്പും വെക്കുന്നത്? എന്തിനാ? ഒരു പരിധിയുണ്ട്. അതിൻ്റെ അപ്പുറത്തെത്തിക്കാൻ വേണ്ടി അതിനൊരു പരിധിയുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് കേൾക്കൂല. മുഹീദ്ദീൻ ശൈഖ് കേൾക്കുമെങ്കിൽ പിന്നെ അള്ളാഹുവിൻ്റെ സമഉം മുഹീദ്ദീൻ ശൈഖിന്റെ സമഉം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? രണ്ടും ഒന്നാണെങ്കിൽ നിങ്ങൾ മദ്രസ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ വാജിബായ ഒരു സിഫത്തില്ലേ, മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി, അള്ളാഹു അടിമകളോട് എതിരാവണമെന്നത്. ഇവിടെ എതിരായത് എവിടെയാണ് എന്ന് വെച്ചാൽ അടിമനെ നിങ്ങൾ അള്ളാഹുവിനെ പോലെയാക്കി. അതെ, അതിൻ്റെ പേരാണ് ശിർക്ക്. അള്ളാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ, ഫലാ തജഅലൂ ലില്ലാഹി അൻദാദാ, നിങ്ങൾ അള്ളാഹുവിന് പകരക്കാരെ ഉണ്ടാക്കരുത്. ومن يدعو مع الله إلها آخر, ഇങ്ങനെ ഉണ്ടാക്കി വെച്ച ആരെങ്കിലും അള്ളാഹിനോടൊപ്പം വേറെ ഒരുത്തനെ വിളിച്ചാൽ അവന്റെ അവസ്ഥ എന്താണെന്നറിയോ? ومن يدعو مع الله إلها آخر فتلقى في جهنم ملوما محسورا, ഇളിഭ്യനായി ആക്ഷേപിക്കപ്പെട്ടവനായി നരകത്തിലേക്ക് അവൻ എറിയപ്പെടുക തന്നെ ചെയ്യും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഖാല ഖരീനുഹു, സൂറത്തുൽ ഖാഫ്, അവന്റെ ഖരീന് പറയും, റബ്ബനാ മാ അത്ഗൈതുഹു വലാകിൻ കാന ഫീ ളലാലിൻ ബഈദ്, അവൻ വഴികേടിലായിരുന്നു റബ്ബേ, അവൻ കേട്ടില്ല, ചിന്തിച്ചില്ല, പഠിച്ചു മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല, അവനെ തന്നെ നശിപ്പിക്കുകയായിരുന്നു. ജീവിതത്തെപ്പറ്റി ബോധമില്ല, ലക്ഷ്യബോധമില്ലാതെ. ഏ അല്ലാഹ്, അൽഖിയാ ഫീ ജഹന്നമ കുല്ല കഫാരിൻ അനീദ് മന്നാഇൻ ലിൽ ഖൈരി മുഅ്തദിൻ മുരീബ് അല്ലദീ ജഅല മഅല്ലാഹി ഇലാഹൻ ആഖർ ഫഅൽഖിയാഹു ഫിൽ അദാബിശ് ശദീദ്. അല്ലാഹുക്ക് പുറമെ ഒരു ഇലാഹിനെ ഉണ്ടാക്കിയവർ വളരെ കടുത്ത ശിക്ഷയിലേക്കാണ് നാളെ എറിയപ്പെടാൻ പോകുന്നത്. അല്ലാഹു പറഞ്ഞതാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് പ്രിയപ്പെട്ടവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിച്ച് മനസ്സിലാക്കി മുവഹിദായി ജീവിക്കാൻ തയ്യാറാണെങ്കിൽ ലക്ഷ്യം പൂർത്തിയായവനാണ്.
അങ്ങനെ ലക്ഷ്യം പൂർത്തിയാക്കിയ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം മരിക്കുന്നതിന് മുമ്പ് അവന് രണ്ടാമതായി ശരിയാക്കാനുള്ളത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ A to Z അങ്ങനെ തന്നെ പുൽകുക എന്നുള്ളതാണ്. അവിടെ ചോദ്യം പറച്ചിലൊന്നുമില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തോ, പറഞ്ഞോ, അത് സഹിഹായി നമ്മളെ മുമ്പ് കിട്ടിയോ, ചെയ്തേക്കുക. ഇല്ലേ, ഒഴിവാക്കിയേക്കുക. ഖലാസ്. വമാ ആതാകുമുർ റസൂലു ഫഖുദു. നിങ്ങളെ റജബ് മാസാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹ്മഹുല്ലാഹു തആല റജബ് മാസവുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകളെ എണ്ണി, എന്നിട്ട് അതിന് സഹീഹായിട്ട് ഒരൊറ്റ ഹദീസ് പോലും അദ്ദേഹം ഉദ്ധരിച്ചില്ല. മറിച്ച് അദ്ദേഹം പറഞ്ഞു, റജബുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകൾ രണ്ട് വിഭാഗമാണ്. ഒന്ന് ദഈഫ്, മറ്റൊന്ന് മൗദൂഅ്. ദഈഫിനെ അദ്ദേഹം എണ്ണി 11 ഹദീസുകൾ, മൗദൂഇനെ അദ്ദേഹം എണ്ണി 21 ഹദീസുകൾ. എന്തിനാ ഇത്? 11ഉം 21ഉം ഈ 32 കള്ള ഹദീസുകൾ എന്തിനാ ഈ മാസവുമായി ബന്ധപ്പെട്ട് സാധാരണക്കാരെ മിമ്പറിന്റെ മുകളിൽ വായിച്ച് കേൾപ്പിക്കുന്നത്? എന്താ അതിലുള്ള നേട്ടം? അതിനപ്പുറത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാൻ വേണ്ടി പറഞ്ഞ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ പോരെ? റജബ് മാസം വരാം, റജബ് 27 വരാൻ പോകും അടുത്ത ആഴ്ച. റജബ് 27 വരുമ്പം എന്തായാലും പറയാ, നമ്മളൊക്കെ ഒരു ഒന്നും കൊള്ളാത്തവരെ പോലെ, പ്രവാചകനെ ഇഷ്ടമില്ല, സുന്നത്തിനോടും താല്പര്യമില്ല, ഈ മുജാഹിദുകൾ, ഈ സലഫികൾ, ദജ്ജാലുകൾ ഒരു നോമ്പ് എടുക്കൂല. എന്റെ പ്രിയപ്പെട്ടവരെ, റജബ് മാസം ഇപ്പം തുടങ്ങിയതാ, 2025-26 തുടങ്ങിയതാ. 14 നൂറ്റാണ്ട് മുമ്പേ റജബ് മാസം ഇല്ലേ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇസ്റാഉം മിഅ്റാജും ഉണ്ടായതിന് ശേഷം എത്ര വർഷം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റജബ് മാസത്തിൽ ജീവിച്ചു? എപ്പോഴെങ്കിലും ആ പ്രവാചകൻ റജബ് 27 അന്ന് നോമ്പെടുത്തതായിട്ട് നമുക്ക് തെളിയിക്കാൻ പറ്റുമോ? സഹാബാക്കൾ എടുത്തതായിട്ട് പറയാൻ പറ്റുമോ? താബിഈകൾ എടുത്തതായിട്ട് പറയാൻ പറ്റുമോ? മുൻഗാമികൾ ആരും ആ ദിവസം നോമ്പെടുത്തിട്ടില്ലെങ്കിൽ ഇന്ന് നമ്മൾ റജബ് 27 നോമ്പിടുന്ന് വാശി പിടിച്ചാൽ അത് ആരെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇസ്റാഉം മിഅ്റാജും ഉണ്ടായി എന്നത് സത്യമാണ്. ചില മൗലവിമാർ അത് പറയും, ഈ സലഫികൾ ഉണ്ടല്ലോ, അള്ളാഹിന്റെ ഹബീബിന്റെ ഇസ്റാഉം മിഅ്റാജും അംഗീകരിക്കാത്ത കള്ളന്മാരാണ്. റസൂലുള്ളാഹി അങ്ങനെ ആകാശ ലോകത്തേക്ക് പോയിട്ടില്ല, അർശിന്റെ അടുത്ത് പോയിട്ടില്ല എന്ന് പറയുന്നവരാണ്. അല്ലട്ടോ, അത് കളവാണ്. അത് നമ്മളെ പറ്റി തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം ഉടമസ്ഥനായ അള്ളാഹു സമ്മാനിച്ച സമ്മാനമാണ് ഇസ്റാഉം മിഅ്റാജും. അതെപ്പോഴാ ഉണ്ടാവുന്നതെന്നറിയോ? തായിഫിൽ നിന്ന് വന്നതിന് ശേഷം. തായിഫിന്റെ കഥ പറഞ്ഞ സമയം കുറെ പോവും. തായിഫിൽ നിന്ന് അനുഭവിച്ച യാതനകൾ, വേദനകൾ, മാനസിക വിഷമം, നൊമ്പരം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ ഏറുകൊണ്ട് അവശരായി ഉതുബയുടെ ശൈബയുടെ മുന്തിരിത്തോട്ടത്തിൽ ചെന്ന് ബോധം കെട്ട് വീണ് പാതിരാത്രിയിൽ പ്രിയപ്പെട്ട സയ്യിദിനോടൊപ്പം മക്കയിലേക്ക് തിരിച്ചു പോകുന്ന വഴിക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുട്ടെഴുന്നേറ്റ് ഖിയാമുൽ ലൈൽ നിസ്കരിച്ച് ദുആ ചെയ്തു, ഏ അല്ലാഹ്, എന്റെ കഴിവുകേടാൽ, എനിക്ക് പറ്റാത്തത് കൊണ്ടാണ് നീ എന്നെ ആരെയെ ഏൽപ്പിക്കുന്ന റബ്ബേ? എന്നെ നശിപ്പിക്കുന്ന കൂട്ടുകാരെയാണോ? മനസ്സ് നൊന്ത് അല്ലാഹുവിന്റെ റസൂല് വിളിച്ചു. അല്ലാഹ് മക്കത്തെത്തി വിശ്രമിക്കാൻ കിടക്കാൻ, ഇതാ വരുന്നു ജിബ്രീൽ. യാ റസൂലല്ലാഹ്, ആര് പറഞ്ഞു നിങ്ങൾ ആരും കാണുന്നില്ലെന്ന്? ആര് പറഞ്ഞു നിങ്ങൾ ആർക്കും വിലയില്ലെന്ന്? നിങ്ങൾ അങ്ങനെ വിചാരിക്കുക? വാ പോവാ, തയ്യാറായിക്കോളിൻ, ഞാൻ വാഹനം കൊണ്ടുവന്നിട്ടുണ്ട്. ബുറാക്ക് കൊണ്ടുവന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബുറാക്കിൽ ഇരുത്തി പോയി മസ്ജിദുൽ അഖ്സയിലേക്ക്. അവിടെ നിന്ന് 7 ആകാശങ്ങൾക്കപ്പുറത്തേക്ക് ഭൗതിക ശരീരത്തോടെ, ഉണർവോടെ, ഉറക്കിൽ സ്വപ്നം കണ്ടല്ല. അങ്ങനെ പറയുന്ന മനുഷ്യന്മാരുണ്ട്. അല്ല, ഉറക്കിൽ സ്വപ്നം കണ്ടതാണെങ്കിൽ പിറ്റേന്ന് രാവിലെ അബൂജഹൽ അടക്കമുള്ള ഖുറൈശികൾക്ക് അത്ഭുതം തോന്നേണ്ട കാര്യമില്ല. ഉറക്കിൽ അങ്ങനെ പലരും പലയിടത്തും പോവാറുണ്ട്. പച്ച ശരീരത്തോടെ, ഉണർവോടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 7 ആകാശങ്ങളും കണ്ടുകൊണ്ട് യാത്ര ചെയ്തു. അള്ളാഹുവിൻ്റെ അർശിന്റെ അടുത്തെത്തി. പക്ഷെ അള്ളാഹിനെ കണ്ടിട്ടില്ല, അത് കള്ളം. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കണ്ടെന്നാരെങ്കിലും പറഞ്ഞാൽ അവൻ കളവ് പറഞ്ഞിരിക്കുന്നു. കണ്ടില്ല, കാണും ജന്നത്തുൽ ഫിർദൗസിൽ ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. പോയി തിരിച്ചു വന്നു, അത്ഭുതം അറിയിച്ചു കൊടുത്തു. പക്ഷെ പിറ്റത്തെ വർഷം ആരും നോമ്പെടുത്തില്ല, ആരും പള്ളിയിൽ ആൾക്കാരെ വിളിച്ചു കൂട്ടിയില്ല, ആരും ഒന്നും പായസം ഉണ്ടാക്കിയിട്ടില്ല,
ആരും പ്രത്യേകിച്ച് യാസീനോ ദുഖാനോ അതോ ഇതോ ഒന്നും ഓതിയിട്ടില്ല. അങ്ങനത്തെ ഒരു പരിപാടിയേ ഇല്ല. നമ്മൾ ചോദിക്കുന്നത് എന്താ അറിയോ? എന്തിനാ അത്? ആരെ ബോധിപ്പിക്കാൻ? നിങ്ങളെ ജൂത പലിശന്റെ കൈമെന്ന് അച്ചാരം വാങ്ങിയിട്ടുണ്ടോ? ഒരാമാരും ഖത്തീബുമാരും ഖാദിമാരും ജൂതന്മാരും നിങ്ങൾക്ക് പൈസ തരുന്നുണ്ടോ? ഇസ്രായേൽ നിങ്ങൾക്ക് മാസാമാസം ഡോളർ അയച്ചിരുന്നുണ്ടോ? അല്ലാണ്ട് ഇത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അവരെ സന്തോഷിപ്പിക്കാൻ ബൈത്തുൽ ഇസ്ലാമിൽ അവരവരുടെ മതത്തിൽ പലതും കൂട്ടിക്കലർത്തി അവരെ പ്രവർത്തിച്ചു. അവരങ്ങനെ നശിച്ചു. മുഹമ്മദ് മുസ്തഫ ഒളിപ്പിച്ച ദീനുൽ ഇസ്ലാമിൽ നിങ്ങളായിട്ട് അങ്ങനെ കടത്തിക്കൂട്ടി ഇതിനെ വികലമാക്കാൻ ജൂത പലിശന്റെ ആശാരം പറ്റി ശമ്പളം വാങ്ങുന്നുണ്ടോ നിങ്ങൾ? ഇല്ലെങ്കിൽ ഉള്ളത് മാത്രം പറഞ്ഞു കൊടുക്കും. ഉമ്മത്തിന് ഇല്ലെങ്കിൽ സുന്നത്തിലുള്ളത് മാത്രം പറഞ്ഞു കൊടുക്കും. എന്താ പഠിപ്പിച്ചത്? സ്വീകരിച്ചോളിൻ. എന്താണോ പഠിപ്പിക്കാത്തത് വിട്ടേക്കിൻ. മുഹമ്മദുർ, ഇത് രണ്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് കൂട്ടി യോജിപ്പിച്ച് ഫർളായ കാര്യങ്ങൾ ചെയ്ത് സ്വഭാവം ശുദ്ധിയാക്കി, സമ്പത്ത് ശുദ്ധിയാക്കി, ലൈംഗിക ശുദ്ധി വരുത്തി, ആൾക്കാരുമായിട്ടുള്ള ചതിയില്ലാതെ വഞ്ചനയില്ലാതെ, ആരെയും ദ്രോഹിക്കാതെ, ആരെയും ഉപദ്രവിക്കാതെ, രാജ്യത്തിൻ്റെ നാടിൻ്റെ നിയമങ്ങൾ പാലിച്ച് സ്വസ്ഥമായി ജീവിച്ചു പോയാൽ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ബെഞ്ചും പിരിച്ച് സന്തോഷത്തോടെ പുഞ്ചിരിച്ച് നിൽക്കാം. അതിനാണ് പ്രിയപ്പെട്ടവരെ അത് പറയാൻ, നമ്മളോട് സ്വന്തം നഫ്സിനോട് പറയുന്ന പോലെ നിങ്ങളെയും കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലത്തെ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നത്. വെറുപ്പും ദേഷ്യവും തീർക്കാനൊന്നുമല്ല. ചിലപ്പോൾ ആദർശം പറയുമ്പോൾ ശബ്ദമുയരും, ചിലപ്പോൾ ആവേശത്തിൽ പറയും. അതൊക്കെ ആദർശത്തിൻ്റെ ഗൗരവം ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കലിമത്തു ഷഹാദത്തൈൻ രണ്ടും അർത്ഥമറിഞ്ഞ് ഉൾക്കൊണ്ട് ജീവിതത്തിൽ പ്യൂറായി ആത്മാർത്ഥമായി കൂറോടുകൂടി പ്രാവർത്തികമാക്കുന്ന നല്ലവരിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ പാപങ്ങളൊക്കെ അള്ളാഹു മാപ്പാക്കി തരട്ടെ. നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ആദർശവാദികളായി പുഞ്ചിരിച്ച മുഖവുമായി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുഹബത്തിൽ വരാൻ അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.